മോശം വിളക്ക് കത്തിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന മോശം വാതകങ്ങൾ നമ്മളുടെ ആരോഗ്യം തന്നെയാണ് കളയുന്നത്. 500 രൂപയ്ക്കാണ് മാർക്കറ്റിൽ കിട്ടുന്നതെങ്കിൽ അത് 1000 രൂപയ്ക്ക് കിട്ടുള്ളൂ. നേരെ ഇരട്ടിയാണ്. പക്ഷേ കമ്പയർ ചെയ്യേണ്ടത് കിഡ്നി ഓപ്പറേഷന് എത്ര രൂപ ചിലവ് വരുന്നത് വേണം കമ്പയർ ചെയ്യാൻ. 1 ലിറ്റർ കമ്പയർ ചെയ്യരുത്. അല്ല, നമ്മളിതിൻ്റെ ലാഭം നോക്കാൻ പോയി കഴിഞ്ഞാൽ പെടും. ഇതെല്ലാം തന്നെ ഇപ്പം നമ്മൾ കുട്ടിക്ക് ചിക്കൻ കഴിക്കണം. വീട്ടിലെ കുട്ടിക്ക് നമ്മൾ കേട് വന്ന ചിക്കൻ അവർ കളയുന്നുണ്ട്. അത് പോയി വാങ്ങി നമ്മൾ ചൂടാക്കിയിട്ട് അരച്ചു കൊടുക്കില്ലല്ലോ. ഇല്ല കൊടുക്കില്ല. അതുപോലെ തന്നെയാണ് ഇത്. അഥവാ കർപ്പൂരം കത്തിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും കടകളിൽ നിന്ന് വാങ്ങുന്ന കർപ്പൂരം, അത് കർപ്പൂരം എന്ന് അറിഞ്ഞിട്ട് കത്തിക്കരുത്. ശരിക്കുമുള്ള കർപ്പൂരം കത്തിക്കഴിഞ്ഞാൽ കത്തിയതിൻ്റെ ഒരു ലക്ഷണം അവിടെ ഉണ്ടാവില്ല. പുകയുണ്ടാവില്ല, കരി ഉണ്ടാവില്ല, വെള്ളം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. നമ്മൾക്കുള്ള രോഗം വിളിച്ചു വരുത്തലാണ്. വീടുകളിൽ ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് തുടക്കം അവരുടെ അടുക്കളയിൽ നിന്നും പൂജാമുറിയിൽ നിന്നും. പാചകം ചെയ്യുന്ന സമയത്ത് ചില മന്ത്രങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ വീട്ടിലെ തലതെറിച്ചവന്മാരൊക്കെ നന്നാവും. ഈ മന്ത്രം ചൊല്ലിയ അന്നം ഇവരുടെ അകത്ത് പെട്ടിട്ട് ഇവരെല്ലാം നന്നാവാൻ അത് മതി. ക്ഷേത്രത്തിന് തുല്യമായി കാണേണ്ട സ്ഥലമാണ് അടുക്കള. അതുകൊണ്ടാണ് അത് ഈശാന കോണിൽ വരുന്നത്. ഭക്ഷണം എന്ന് പറയുന്നത് അന്നപൂർണേശ്വരിയാണ്. അന്നപൂർണേശ്വരിക്കുള്ള നേദ്യം ഉണ്ടാക്കുന്ന സ്ഥലമാണ്, ക്ഷേത്രമാണ് അടുക്കള. എൻ്റെ ശരീരം ക്ഷേത്രമാണ്, എൻ്റെ നെറുകിലൊരു ദേവതയുണ്ടെന്നാണ് പറയുന്നത്. അതിനെയാണ് നമ്മൾ തഥാസ്തു എന്ന് പറയാം. നമ്മൾ എന്ത് പറഞ്ഞാലും തഥാസ്തു എന്ന് മൂപ്പര് നെറുകിലിരുന്ന് പറയത്രേ. നമസ്തേ മിത്രാജി. ഫേസ്ബുക്കിലൊക്കെ കുറേ എഴുതി ഒരുപാട് ആൾക്കാർ അത് വായിക്കുന്നുണ്ട്. അവർക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട്. പലരും തിരിച്ച് ചിന്തിക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്, പലരും തിരിച്ചറിവ് വരുന്നുണ്ട്. അപ്പോൾ അതായത് ജ്ഞാനത്തിൻ്റെ തിരിച്ചറിവെന്ന് പറയാം. അതായത് നമ്മുടെ ഇന്ന് വരെയുള്ള അറിവുകൾ എന്തൊക്കെയോ തെറ്റായിരുന്നു, അല്ലെങ്കിൽ ആ അറിവുകൾ നമ്മൾ അതനുസരിച്ചിട്ട് ചെയ്യുന്നത് എന്തൊക്കെയോ അറിവുകൾ തെറ്റല്ല, നമ്മൾ വഴിയിൽ തെറ്റ്. അങ്ങനെ നമ്മൾ ചെയ്യുന്ന നിത്യജീവിതത്തിൽ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളിൽ എന്തൊക്കെയോ മിസ്റ്റേക്സ് ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ ഈ തലമുറയല്ല, കുറേ തലമുറകളോളമായിട്ട് കിടക്കുന്നതുകൊണ്ട് നമ്മുടെ DNA അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. സാധാരണക്കാർ ഒരുപാട് വിഷമങ്ങളിലൂടെ, വേദനകളിലൂടെ, ബുദ്ധിമുട്ടുകളിലൂടെ, ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ഇത് അവരുടെ ജീവിതത്തിൽ, അവരുടെ നിത്യജീവിതത്തിൽ എന്ത് മാറ്റം വരുത്തിയാൽ അവർക്ക് അടുത്ത തലമുറയ്ക്കൊരു നന്മ കൊടുക്കാൻ കഴിയും, അല്ലെങ്കിൽ ഒരു സുഖം, സന്തോഷം, സമാധാനം ഒക്കെ കൊടുക്കാൻ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റം വരുത്തിയാൽ നമുക്ക് കൊടുക്കാൻ കഴിയും. അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ് അഭിപ്രായം? അഭിപ്രായം വളരെ ലളിതമാണ്. എല്ലാ വീട്ടിനും ഒരു കാരണോത്തി അല്ലെങ്കിൽ ഒരു കാരണവർ വേണം, ഒരു ഗുരു വേണം, ഒരു ഭുവനേശ്വരി വേണം. അത് നമുക്ക് സങ്കല്പിക്കാം. അതിന് വലിയ പ്രതിഷ്ഠ ഒരു പരിപാടിയും വേണ്ട. അപ്പോൾ എല്ലാ വീട്ടിനും ഭുവനേശ്വരി ഉണ്ടെങ്കിൽ ആ വീട് രക്ഷപ്പെടും എന്നുള്ളത് അനുഭവങ്ങളുണ്ട്. ഭുവനേശ്വരി തിരിച്ചു പിടിച്ച ആൾക്കാരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. പണ്ട് കാരണവന്മാർ പറയും, പട്ടയും പാമ്പും തെളിഞ്ഞാൽ എല്ലാം തെളിയുമെന്ന് പറയും. പട്ട എന്ന് പറഞ്ഞാൽ പട്ടടയാണ്, പിതൃക്കളാണ്. പാമ്പ് എന്ന് പറഞ്ഞാൽ നാഗങ്ങൾ അല്ലെങ്കിൽ സർപ്പമാണ്. അപ്പം നാഗങ്ങളും സർപ്പവും തെളിഞ്ഞാൽ എല്ലാം തെളിയെന്ന് പറയും. ഇത് രണ്ടും തെളിയണമെങ്കിൽ ഭുവനേശ്വരിയും തെളിയണം. അപ്പോൾ ഭുവനേശ്വരി, പിതൃക്കൾ, നാഗങ്ങൾ, ഈ 3 വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് അവരെ തൃപ്തമാക്കിയാൽ പിന്നെ നമ്മൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളത്. അതിനെന്തൊക്കെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞാൽ ഓരോന്നോരോന്നായിട്ട് ആലോചിക്കാം. നോക്കാം. ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ചിട്ട വേണം നമ്മൾ ആദ്യം പറഞ്ഞു. അതിൻ്റെ പൂജ, മറ്റു മന്ത്രങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രൈമറി ഇമ്പോർട്ടൻസ് അവിടെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, വസ്തുക്കൾ, ദ്രവ്യങ്ങൾ അതെങ്ങനെയുള്ളതായിരിക്കണം? ഒന്ന് വിളക്കിൽ നിന്നൊന്ന് തുടങ്ങാമോ? ഇപ്പോൾ രാജ ടീച്ചർ ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് ഈ വിളക്ക് നല്ലതല്ല, ഇത് ഒഴിവാക്കണം, മാറ്റണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ സമ്മതിക്കുമോ? ഇല്ല. അപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം? ഇത് സമ്മതിക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അവനവൻ്റെ വീട്, അല്ലേ? അപ്പോൾ അവിടെ നിന്ന് തുടങ്ങാം. നമ്മുടെ വീട്ടിൽ ഞാനെന്ന് പറയുന്ന വ്യക്തി എൻ്റെ വീട്ടിൽ എൻ്റെ വീടിനൊരു ക്ഷേത്രമായി കണക്കാക്കി അവിടെ നിന്നും തുടങ്ങിക്കഴിഞ്ഞാൽ 10 പേര് ചേരുന്ന ഉപക്ഷേത്രങ്ങൾ, 10 ചെറിയ ക്ഷേത്രങ്ങൾ. ഈ 10 പേർക്ക് അതിൻ്റെ ഗുണമുണ്ടാകുന്ന സമയത്ത് അവർക്ക് പറയാൻ പറ്റും ക്ഷേത്രത്തിലെ ദ്രവ്യം ശരിയല്ല, മാറ്റണം, വിളക്ക് ഇങ്ങനെയല്ല വേണ്ടതെന്ന് പറയാൻ പറ്റും. അതിനുള്ള ധൈര്യം കിട്ടും. ആദ്യം നമുക്ക് ധൈര്യം വേണമല്ലോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ അത് അപകടമാണെങ്കിൽ പിന്നെ നമുക്ക് നിവർന്ന് നിൽക്കാൻ കൽപ്പില്ലാത്തതിന് എവിടെ പോയിട്ട് എന്ത് അടി ഉണ്ടാക്കാനാണ്? അപ്പോൾ അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് വിളക്കുന്നതാണോ തുടങ്ങേണ്ടത്? എന്തിൽ നിന്ന് തുടങ്ങണം? വിളക്കിൽ നിന്ന് തുടങ്ങാം. വിളക്കല്ലേ നമ്മൾ ആദ്യം ഓർമ്മ വരിക. വിളക്ക് കത്തിക്കുക എന്നല്ലേ പറയുന്നത്, ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ. വിളക്ക് എന്ന് പറയുന്നത് വിളക്കിൻ്റെ ഷേപ്പ്, നിലവിളക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വാസ്തുശാസ്ത്രം അനുസരിച്ചാണെങ്കിൽ ധ്വജ യോനി അളവിൽ വേണമെന്നാണ് കണക്ക്. നമുക്ക് അതിലേക്ക് പോകണ്ട. എന്താണെങ്കിലും ധ്വജ യോനിയിൽ വേണം അളവ്. അവനവൻ്റെ കഴിവിനനുസരിച്ചിട്ടുള്ള അല്ല, അങ്ങനെയല്ല. അവനവൻ്റെ കഴിവിനനുസരിച്ച് കുഞ്ഞു വിളക്കൊന്നും വാങ്ങാൻ പറ്റില്ല. കാരണം കൃത്യമായ ചിട്ടയോടുകൂടി വിളക്ക് വയ്ക്കുകയാണെങ്കിൽ ഈ വിളക്കുണ്ടാക്കേണ്ടത് ഓട്ട് വിളക്കാണ്. ഓട്ട് വിളക്ക്. ഇപ്പോൾ വരുന്നത് മുഴുവൻ പിച്ചള വിളക്കാണ്.
ഓ അങ്ങനെയുണ്ടോ? ഓടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെമ്പും വെളുത്തീയും കൂടി ചേർന്നതാണ് ഓടെന്ന് പറയുന്നത്. അത് വെളുത്തീയത്തിന് പകരം കറുത്തീയവും മാംഗനീസും ഫോസ്ഫറസും എല്ലാം ചേർന്ന് അലുമിനിയം സോഫ്റ്റ് ആവാൻ വേണ്ടി അലുമിനിയം കൂടി ചേർക്കുമ്പോഴാണ് ഇത് പിത്തളയായി മാറുന്നത്. അത് ശരി. അപ്പോൾ ലോഹസങ്കരത്തിൽ പിത്തള നല്ലതല്ല, നമ്മൾ ഉപയോഗിക്കുന്ന ഓട്ട് വിളക്കാണ് നല്ലത്. പക്ഷേ ഇപ്പോൾ വരുന്ന മുറാദാബാദ് ഓട് എന്ന് പറയുന്ന പിത്തള വിളക്കുകളാണ് കടകളിൽ മുഴുവൻ വരുന്നത്. എന്നാൽ നമ്മുടെ പരമ്പരാഗത രീതിയിൽ വിളക്ക് ഉണ്ടാക്കിയിരുന്ന ആൾക്കാർ കൃത്യമായിട്ടുള്ള ഓട് ഹാൻഡ് മെയ്ഡ് വിളക്കുകൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ നല്ല വിളക്ക് വേണം എന്നത് നിശ്ചയിക്കുകയാണെങ്കിൽ അവരടുത്ത് പോയിട്ട് നമ്മൾ ഒരെണ്ണം പറഞ്ഞുണ്ടാക്കേണ്ടി വരും, എനിക്കൊരു ഹാൻഡ് മെയ്ഡ് വിളക്ക് വേണമെന്ന് പറയും. അവർ തന്നെ പറയുമോ ഇപ്പോൾ ഞങ്ങളൊന്നും ഉണ്ടാക്കണില്ല, ഞങ്ങൾക്ക് അവിടുന്ന് കടയിൽ നിന്ന് വാങ്ങിയാൽ പോരെ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് അതല്ല, എനിക്ക് കൃത്യമായിട്ടുള്ള ഓട്ട് വിളക്ക് തന്നെ വേണം. ഉണ്ടാക്കി കൊടുക്കുന്ന ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്, എനിക്ക് നേരിട്ട് അറിയാവുന്നവരാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ വെള്ളോടും ചെമ്പും ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ഓടുകൾ ഒരു അടിയെങ്കിലും ഉയരമുണ്ടെങ്കിലാണ് അതിന് നിലവിളക്ക് എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ ശരീരത്തിൻ്റെ പ്രതീകമാണ് വിളക്ക്. നമ്മൾ വിളക്കിൽ എന്ത് ചെയ്യുന്നോ അത് നമ്മുടെ ശരീരത്തിന് കിട്ടും. മോശം വിളക്ക് നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങളുടെ ശരീരം മോശമാകും. നിത്യം കത്തിക്കാൻ ഒരടി വിളക്ക്, 1-1.5 അടി, ഒരടിയിൽ കൂടുതൽ വേണം. ഒരടി മിനിമം ഒരടിയിൽ കൂടുതലുള്ളതാണ് വിളക്ക് എന്ന് പറയാൻ പറ്റുള്ളൂ, നിലവിളക്കെന്ന് പറയാനേ പറ്റുള്ളൂ. ഇത് ഞാൻ പറഞ്ഞ പോലെ പലരും ഇപ്പോൾ രാജേഷ് തന്ത്രി, ദിലീപ് തിരുമേനി അങ്ങനെ പലരോടും ചോദിച്ചതിന് ശേഷം മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ അവരോട് ഞാൻ പല വിഷയങ്ങളിലും ചോദിച്ച് മനസ്സിലാക്കും. അപ്പോൾ നമ്മൾ കുഞ്ഞു വിളക്ക് മതി, കുഞ്ഞി കണ്ണനാണെന്നുകൊണ്ട് കുഞ്ഞു വിളക്ക് വെക്കരുതെന്നാണ്, അത് വിളക്കല്ല. നിത്യം കത്തിക്കാൻ ഒരടി വിളക്കെന്നാണ് ഞാനും കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഷേപ്പ് നമുക്കൊന്ന് ആലോചിക്കുക. നമ്മൾ വെറുതെ ഇപ്പം വിളക്കിൻ്റെ താഴെ ഒരു വട്ടം ഉണ്ടല്ലോ, മുകളിലും ഒരു വട്ടം. അപ്പം നമ്മൾ തൊഴുതിരിക്കുന്നൊരു ഷേപ്പ്, ചമ്മരം പടിഞ്ഞിരിക്കുന്നു എന്ന് വിചാരിക്കുക. ചമ്മരം പടിഞ്ഞിരിക്കുമ്പോൾ നമ്മളുടെ കാലിങ്ങനെ മടങ്ങിയിരിക്കുന്ന ഭാഗമാണ് താഴത്തെ വട്ടം. തൊഴുതിരിക്കുമ്പോൾ വരുന്ന ഷോൾഡറിൻ്റെ ഭാഗമാണ്. ഇതാണ് വിളക്ക്. അപ്പം നമ്മുടെ ശരീരം തന്നെയാണ് നമ്മൾ നിവർന്നിരുന്ന് നട്ടല് നിവർത്തിയിരുന്ന് പ്രാർത്ഥിക്കാൻ ചമ്മരം പടിഞ്ഞിരിക്കുന്ന പായലാണ് ഇരിക്കുന്നത്. ഭൂമിയിൽ തൊട്ടിട്ടാണോ ഇരിക്കാറോ അതോ പായലാണോ ഇരിക്കാറ്? അപ്പോൾ വിളക്കിന് നമ്മൾ അതുപോലെ ഒരു സ്ഥലം വയ്ക്കണം. ഒരു കിണ്ണം വയ്ക്കാം, അല്ലെങ്കിൽ ഇല വയ്ക്കാം, അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ പലക വയ്ക്കാം, എങ്ങനെയാണ് വയ്ക്കും. അപ്പോൾ ഇതിൻ്റെ താഴത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ കുണ്ടലിനിയാണ്. അതറിയുന്നവർക്ക്, അതുകൊണ്ട് നമുക്ക് അതിലേക്ക് വിശദമായിട്ട് പോകണ്ട തോന്നുന്നു. ആ ശരീരത്തിൽ 7 ചക്രങ്ങളുണ്ട്. ആ 7 ചക്രങ്ങൾ വിളക്കിലുമുണ്ട്. അപ്പോൾ നമ്മളുടെ ശരീരത്തിന് എന്ത് വേണമോ അതാണ് നമ്മൾ വിളക്കിൽ ചെയ്യേണ്ടത്. അപ്പോൾ വിളക്കിൽ നമ്മൾ മോശം എണ്ണ ഒഴിച്ചാൽ, ദേവത അത് ഭക്ഷിച്ചാൽ എണ്ണയിലേക്ക് നമ്മൾ മോശം ശരീരമായി മാറും, നമ്മൾക്ക് രോഗങ്ങൾ വരും. മോശമായ രീതിയിൽ തിരിയിട്ട് കത്തിച്ചാൽ നമുക്ക് രോഗങ്ങൾ വരും. കാരണം അതാണ് ഇത്. ഈ എണ്ണയുടെ ശുദ്ധിയുടെ പറഞ്ഞത് നമ്മൾ എങ്ങനെ അറിയാം? അപ്പോൾ ഓട്ട് വിളക്ക് വേണമെന്നുള്ളത് നമ്മൾ തീരുമാനിച്ചു. അത് ഒരു വിളക്കേ വേണ്ട, അല്ലാണ്ട് കുറേ ദേവതകളുണ്ടെങ്കിൽ എല്ലാവർക്കും വേറെ വേറെ വിളക്കൊന്നും വേണ്ട. ഈ ഒരടിയിൽ കൂടുതൽ ഉയരമുള്ള കൃത്യമായി ധ്വജയോനിയിലുള്ള ഓട്ട് വിളക്ക് എന്ന് പറഞ്ഞ് വാങ്ങുന്ന വിളക്ക്. മറ്റു ചിലപ്പോൾ 1500 കിട്ടും, ഇതിന് 4500-5000 രൂപ വരും. പക്ഷേ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ആരോഗ്യം നൽകുന്നതാണ്. കിഡ്നി പോയി, പാൻക്രിയാസ് പോയി പറഞ്ഞിട്ട് 50 ലക്ഷം രൂപ ആശുപത്രിയിൽ കൊടുക്കേണ്ടി വരില്ല. ഈ വിളക്ക് മാത്രം തൊട്ട് തുടങ്ങിയാൽ സകല ആരോഗ്യങ്ങളും വീട്ടിൽ വരും. അതുകൊണ്ട് അതിൻ്റെ കാശ് ചിലവ് നോക്കണ്ട, പരമ്പരാഗത രീതിയിലുള്ള വിളക്ക് ഉപയോഗിക്കുക. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ക്ഷേത്രത്തിൽ നിന്നും വിളക്ക് ലേലത്തിൽ പിടിച്ച് ഉരുക്കിയ ഒരാൾ എന്തൊക്കെയോ സാധനങ്ങൾ അതിൽ കണ്ടിട്ട് നോക്കിയപ്പോൾ വിഗ്രഹം അടക്കം, കൃഷ്ണൻ്റെ വിഗ്രഹമൊക്കെ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ പാല് കാച്ചാൻ നേരത്തെ വീട്ടിൽ കൊണ്ടേ കൊടുക്കും, അടുത്ത വീട്ടിൽ കൊണ്ടേ കൊടുക്കും. അവരത് ആ പൂജാമുറിയിൽ കയറ്റി വയ്ക്കുന്ന വിളക്ക് വയ്ക്കും. ഈ വിഗ്രഹത്തിൻ്റെ ഉള്ളിൽ എല്ലിൻ്റെ കഷ്ണം വെച്ച് മോൾഡ് ചെയ്തിരിക്കുക. ആ ദുരിതത്തിനാണ് നമ്മൾ വിളക്ക് വയ്ക്കുന്നത്, അബദ്ധമല്ല അത്. ഓരോ ഹിന്ദു വീടും നശിച്ച് കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർ കച്ചവടം ചെയ്ത് ഇറക്കുന്ന വിഗ്രഹങ്ങളിൽ നിന്ന് കിട്ടിയതാണ് പറഞ്ഞത്. ഇത് വിളക്ക് ഉരുക്കിയപ്പോൾ സംശയം തോന്നിയിട്ട് വീണ്ടും വീണ്ടും പരിശോധിച്ച് നോക്കി അവസാനം ഒരെണ്ണം പൊട്ടിച്ച് നോക്കിയപ്പോഴാണ് കൃത്യമായിട്ട് ചെല്ലിയ എല്ലിൻ്റെ പീസ് പിടിപ്പിച്ചിരിക്കണം. അതുകൊണ്ട് മറ്റു വീടുകളിലേക്ക് പോകുമ്പോൾ മാക്സിമം 1 കൊല്ലം നിൽക്കാവുന്ന രീതിയിൽ മണ്ണിൻ്റെ പ്രതിമ വല്ലതും വാങ്ങിക്കൊടുക്കുക, വല്ലതും കൊടുക്കണം, അല്ലെങ്കിൽ വല്ല പാത്രം വാങ്ങിക്കൊടുക്കുക അടുക്കളയിലേക്ക്. അല്ലാണ്ട് ഈ ലോഹം കൊണ്ടുള്ള വിഗ്രഹങ്ങളൊന്നും വാങ്ങിക്കൊടുക്കാൻ നിൽക്കരുത്. 1. 2, വിളക്കിലും ഇതേ പണി അവർ ചെയ്യുന്നുണ്ട്. അതിലൊരുപാട് മാലിന്യങ്ങളുണ്ട്. മോശം വിളക്ക് കത്തിക്കുമ്പോൾ അന്തരീക്ഷത്തിലുണ്ടാകുന്ന മോശം വാതകങ്ങൾ നമ്മളുടെ ആരോഗ്യം തന്നെയാണ് കളയുന്നത്. എണ്ണ തിളയ്ക്കും. സാധാരണ വിളക്ക്, ഓട്ട് വിളക്കാണെങ്കിൽ മറ്റേ വിളക്ക് ചൂടാവില്ല. കത്തുന്ന തിരിയുടെ ചെറിയൊരു ഭാഗം മാത്രമേ ചൂടാവുള്ളൂ, ആ ചുറ്റുപോലും ചൂടാവില്ല. ഇത് പിടിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ചൂടാവും. അപ്പോൾ അതുകൊണ്ട് അത് മോശം വിളക്കാണ്. അതിൽ നിന്നും മോശം വാതകങ്ങളാണ് വീട്ടിലേക്ക് സന്ധ്യാസമയത്ത് നമ്മൾ തന്നെ കത്തിച്ച് പ്രവേശിപ്പിക്കുന്നത്. മോശം വിളക്കാണ്, മോശം എണ്ണയാണെങ്കിൽ നമ്മൾക്ക് തന്നെ അഭിചാരം ചെയ്ത് അതിന് വിളക്ക് വയ്ക്കുന്നതിന് തുല്യമാണെന്നാണ് ഒരു തന്ത്രി എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇത് എങ്ങനെ, അതായത് ഇത് മുഴുവൻ ഇപ്പം
മുഴുവൻ സ്പ്രെഡായിരിക്കും. പരമ്പരാഗതമായ രീതിയിൽ, അതായത് ഇതെൻ്റെ തൊഴിലാണ്, ഇത് ചെയ്യാൻ എനിക്കൊരു ദേവതയുടെ അനുഗ്രഹമുണ്ട്, ഞാൻ ഇതിൽ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചാൽ എൻ്റെ പരമ്പരയെ ബാധിക്കും, എൻ്റെ കുട്ടികൾക്ക് രോഗം വരും, ദുരിതം വരും എന്ന് വിശ്വസിക്കുന്ന, തൊഴിലിൽ കള്ളത്തരം കാണിക്കാത്ത പരമ്പരാഗത രീതിയിൽ വിളക്ക് നിർമ്മിക്കുന്ന ആൾക്കാരെ പോയി കണ്ട് വിളക്ക് വാങ്ങുക. ഒരെണ്ണേ വാങ്ങണ്ടു ജീവിതകാലത്ത്, ഒന്നരാടം വാങ്ങേണ്ട കാര്യമില്ല. അപ്പോൾ അതിന് വരുന്ന പൈസ നോക്കണ്ട, അത് വാങ്ങുക, ശുദ്ധമായത് വാങ്ങുക. അത് ശരി. ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മൾ നശിക്കാൻ വേണ്ടിയിട്ട് വളരെ ഭംഗിയായിട്ട് കാലങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചെടുത്ത മാർക്കറ്റാണിത്. ഇതെനിക്ക് അറിയാം, പക്ഷേ ഈ ഇത്രത്തോളം അത്ര നമ്മൾ എല്ലിൻ്റെ കഷ്ണം വെച്ച വിളക്ക് നമ്മൾ വാങ്ങിക്കൊടുന്ന് വിളക്ക് വെച്ചാൽ എന്താണ് സംഭവിക്കുക? അപ്പോൾ അതിനെ നമുക്ക് മറക്കാൻ നല്ല വിളക്കെത്തി എന്ന് വിചാരിക്കാം, നമുക്ക് സങ്കല്പിക്കാം. നല്ല വിളക്കെത്തി, ഇതിനതിൽ ഒഴിക്കേണ്ട എണ്ണയാണ്. എല്ലാവരും പറയും നല്ലെണ്ണയാണ് ഒഴിക്കേണ്ടതെന്ന് പറയും. നല്ലെണ്ണ എന്ന് പറയുന്ന സാധനം മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ ബ്രാൻഡുകളും ഇന്ന്, അതായത് അത്യാവശ്യം നല്ല രീതിയിൽ കച്ചവടം തോന്നുന്ന എല്ലാ ബ്രാൻഡുകളും വേണമെങ്കിൽ പരിശോധിച്ചോളൂ, ലാബ് ടെസ്റ്റിൽ വേണമെങ്കിൽ നോക്കിക്കോളൂ, അല്ലെങ്കിൽ വെറുതെ ഒരു ജോൽസിൻ്റെ അടുത്ത് പോയിട്ട് ഈ എണ്ണ നല്ലതാണോ നോക്കിക്കോളൂ. നല്ലതാണെന്ന് പറയുന്നവർ എണ്ണ പോലും നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ എള്ളാട്ടിയ എണ്ണ തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ എള്ള് കർഷകരിൽ നിന്ന് എള്ള് വാങ്ങുക, മില്ലിൽ കൊണ്ട് ആട്ടുക. അത് ശാസ്ത്രീയമായി ആട്ടണമെങ്കിൽ അത് അറിയുന്ന ആൾക്കാരെ കൊണ്ട് ചോദിച്ച് മനസ്സിലാക്കണം. കാരണം അതിൽ വെള്ളം തളിച്ച് ശർക്കരയും ചേർത്താണ് ശരിക്കും എള്ള ആട്ടുന്നത്. അപ്പോൾ ആ വെള്ളവും ശർക്കരയും എള്ളും കൂടി ചേർന്നൊരു കെമിക്കൽ കോമ്പിനേഷനിൽ പിണ്ണാക്ക് പൂർണ്ണമായും മാറി വെള്ളവും ശർക്കരയും അതിലേക്ക് പോവും. ശർക്കരയുടെ മണം പോലും സ്വാദ് പോലും എള്ളിലേക്ക് വരില്ല, പക്ഷേ മണം വരും. അപ്പോൾ അത് തേച്ച് കുളിക്കുമ്പോൾ നമുക്കൊരു ഗന്ധമുണ്ടാവും. ചോറിൽ അത് ഒഴിച്ച് കഴിക്കാൻ പറ്റും. ആന്ധ്രക്കാരൊക്കെ കഴിക്കുന്നത്, പക്ഷേ ഇപ്പോൾ വാങ്ങുന്നത് കഴിച്ചു കഴിഞ്ഞാൽ വേറെ അറിയട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ വാങ്ങുന്ന നല്ലെണ്ണ. അപ്പോൾ അങ്ങനെ വാങ്ങുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അങ്ങനെ വാങ്ങുന്ന നല്ലെണ്ണയ്ക്ക് ഇപ്പോൾ 1/2 ലിറ്ററിന് എന്താണ് 1 ലിറ്ററിൻ്റെ വില പറയാം നമുക്ക്. 500 രൂപയ്ക്കാണ് മാർക്കറ്റിൽ കിട്ടുന്നതെങ്കിൽ അത് 1000 രൂപയ്ക്ക് കിട്ടുള്ളൂ. നേരെ ഇരട്ടിയാണ്. പക്ഷേ കമ്പയർ ചെയ്യേണ്ടത് കിഡ്നി ഓപ്പറേഷന് എത്ര രൂപ ചിലവ് വരുന്നത് വേണം കമ്പയർ ചെയ്യാൻ. 1 ലിറ്ററിൽ കമ്പയർ ചെയ്യരുത്. എൻ്റെ ഒരു ഫ്രണ്ടിന് 5 ലിറ്ററോളം വേണം ഒരു നല്ല. അത് പറഞ്ഞു 1 ലിറ്ററിലേക്ക് കമ്പയർ ചെയ്യുമ്പോഴാണ് പ്രശ്നം. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എത്ര രൂപ വരുന്നത് കമ്പയർ ചെയ്യാം, എന്നിട്ട് നല്ല എണ്ണ ഉപയോഗിക്കാം. ഇനി അത് പറ്റില്ലെങ്കിൽ തൊട്ടടുത്ത മില്ലിൽ നിന്ന്, നമുക്ക് പരിചയമുള്ള മില്ലിൽ നിന്ന് കൊപ്ര ആട്ടിയ നല്ല വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ മതി. നമ്മുടെ നാട്ടിൻപുറത്ത് കിട്ടുന്ന ഏതെണ്ണ ഉപയോഗിക്കാം. കടലെണ്ണ ഉപയോഗിക്കാം, വെജിറ്റബിൾ ഓയിൽ, അതെ, കടലെണ്ണ ഉപയോഗിക്കാം, നിലക്കടല കൊണ്ടുള്ള ഉപയോഗിക്കാം, അല്ലെങ്കിൽ കടുകെണ്ണ ഉപയോഗിക്കാം. മരോട്ടി എണ്ണ പോലും ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. മോശം എണ്ണ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനേക്കാൾ നല്ലത് മരോട്ടി എണ്ണയാണ്. കഴിക്കാൻ പറ്റില്ല എന്നുള്ളൂ, മരോട്ടി എണ്ണ കഴിക്കാൻ പാടില്ല എന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണയിലേക്ക് മാറിയോണ്ട് ഒരു വിരോധവും ഇല്ല. നല്ല എള്ളെണ്ണ എവിടെ കിട്ടും? ഇനി നല്ലെണ്ണയുടെ ഇപ്പോഴത്തെ നല്ലെണ്ണയെക്കുറിച്ചും കൂടി പറഞ്ഞാലാണ് അതിൻ്റെ ഭീകരത മനസ്സിലാവുള്ളൂ. കോഴിക്കട, ആടിൻ്റെ, മാടിൻ്റെ, പന്നിയുടെ സകലമാന സാധനങ്ങളുടെയും വേസ്റ്റ് ഒരുമിച്ച് കൊണ്ടുപോയിട്ട് ഹൈ ടെമ്പറേച്ചറിൽ അതിൽ നിന്ന് മജ്ജ ഉരുക്കി മാറ്റി അതിൽ നിറം പ്യൂരിഫൈ ചെയ്ത് അതിലേക്ക് നല്ലെണ്ണയുടെ എസൻസ് ചേർത്ത് വരുന്നതാണ് എള്ളെണ്ണ എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ട് നമ്മൾ എള്ളെണ്ണ എന്ന് വാങ്ങിക്കുന്ന കുപ്പികളിലുള്ളതൊക്കെ. ഇതിനൊക്കെ പ്രൂഫ് ചോദിച്ചാൽ നമ്മുടെ കയ്യിലുണ്ടോ? പ്രൂഫ് ചോദിച്ചാലോ? ഇത് വെറുതെ എന്ന് പറഞ്ഞു. ഇതിൻ്റെ ഇടയിൽ കമൻറ്റ് വരണേക്കാം. എൻ്റെ അടുത്ത് ഇങ്ങനെ കമ്പനി നടക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് നിർമ്മലാനന്ദ സ്വാമിയാണ് ഇത് ആദ്യമായിട്ട് പറയുന്നത്. നിർമ്മലാനന്ദ സ്വാമി പറഞ്ഞ് എറണാകുളത്ത് അദ്ദേഹത്തിൻ്റെ അറിവിൽ 3 കമ്പനി ഉണ്ടെന്ന് പറഞ്ഞു ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് എനിക്കൊരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, വീട്ടിലൊരു അഷ്ടമംഗല്യ പ്രശ്നം വെച്ചപ്പോൾ ദ്രവ്യം മോശമാണെന്ന് പറഞ്ഞു, ദ്രവ്യശുദ്ധി നോക്കിയതാണ്. അപ്പോൾ എന്താ മോശം എന്ന് വെച്ചപ്പോൾ ജീവികളുടെ ശരീരഭാഗങ്ങൾ അരഞ്ഞു ചേർന്നിരിക്കുന്നു എന്ന് കാണുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അച്ഛന് ഞാൻ ആലോചിച്ച് വല്ല പല്ലി ആട്ടണ സമയത്ത് വല്ല പല്ലി വീഴാം, പാറ്റ വീഴൊക്കെ അങ്ങനെ വല്ല ആവുമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ പോയതിനു ശേഷം ഞാൻ അച്ഛനടുത്ത് ചോദിച്ചു, അച്ഛൻ ഇവിടുന്ന് എണ്ണ വാങ്ങി വെച്ചു. പഴയൊരു വലിയൊരു കടറ പേര് പറഞ്ഞു. അത് എന്ത് പറഞ്ഞ വാങ്ങിയത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എണ്ണ വേണം, 5 ലിറ്റർ വേണം. എന്തിനാ മാഷ 5 ലിറ്ററൊക്കെ എന്ന് ചോദിച്ചു. അത് വീട്ടിലൊരു പൂജയുണ്ടെന്ന് പറഞ്ഞപ്പോൾ പൂജയ്ക്കാണെങ്കിൽ മാഷ ഇതുകൊണ്ടായി വില കുറവാന്ന് പറഞ്ഞിട്ട് വേറെ എണ്ണ കൊടുത്തു. അപ്പം അച്ഛൻ വില കുറവ് നോക്കിയിട്ടുണ്ട്, എല്ലാവരും നോക്കുന്ന പോലെ തന്നെ അച്ഛനും നോക്കിയിട്ടുണ്ട്. ഇതാണ് വാങ്ങി. അപ്പോഴും എനിക്കിത് എന്താണെന്ന് അറിയില്ല. പക്ഷേ നിർമ്മലാനന്ദ സ്വാമി ഇത് പറഞ്ഞപ്പോഴാണ് അച്ഛൻ കൊണ്ടുവന്ന എണ്ണ ഈ പറഞ്ഞ ജീവശരീരം അരഞ്ഞു ചേർന്ന എണ്ണ എന്ന് പറഞ്ഞ ഇതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അപ്പം അതിനുശേഷം ഞാൻ എൻ്റെ ഒരു കൗതുകത്തിന് 3 കമ്പനി, പ്രധാനപ്പെട്ട കമ്പനികളുടെ ലേബലെല്ലാം ചീന്തി കളഞ്ഞ് 1, 2, 3 എന്ന് നമ്പർ ഇട്ട് ഞാൻ ജോൾസിൻ്റെ അടുത്ത് പോയിട്ട് 1 എന്ന് പറഞ്ഞ എണ്ണയെക്കുറിച്ചൊന്ന് പരിശോധിക്കാൻ പറഞ്ഞു. വെജിറ്റേറിയൻ അല്ല എന്ന് പറഞ്ഞു. മാറ്റി 2 പരിശോധിച്ചു, വെജിറ്റേറിയൻ അല്ല പറഞ്ഞു. 3 വെജിറ്റേറിയൻ അല്ല, നോൺ വെജിറ്റേറിയൻ ആണെന്ന് അവർ പറഞ്ഞു. ജ്യോതിഷത്തിൽ പറഞ്ഞു. ഇതാണ് എൻ്റെ അനുഭവം. ഞാൻ ഇപ്പോൾ തള്ളിക്കളേണ്ട കാര്യമില്ല, എനിക്ക് ജ്യോതിഷം വിശ്വാസമാണ്. കാരണം ഒരു കാലത്ത് ഇതിനെ തള്ളിക്കളഞ്ഞ് നടന്ന് വെല്ലുവിളിച്ച് നടന്ന അവസാന അനുഭവം കൊണ്ട് വിശ്വസിച്ച ആളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് അനുഭവങ്ങൾ കൊണ്ട് ഞാൻ അതിനെ
സ്വീകരിച്ച ആളാണ് ഞാൻ. ജ്യോതിഷം ഉപയോഗിക്കാറില്ല ഇത്തരം പരീക്ഷണങ്ങൾക്കല്ല. എൻ്റെ ജീവിതത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ നാളെ നോക്കുന്നതിനോ വണ്ടി നോക്കണമെങ്കിൽ നമ്പർ നോക്കുന്നതിനോ ഒന്നുമല്ല ഞാൻ. പക്ഷേ ഇത്തരം പരീക്ഷണങ്ങൾക്ക് ഞാൻ ജ്യോതിഷം ഉപയോഗിക്കാറുണ്ട്. അതിൽ കൃത്യമായിട്ട് പ്രധാനപ്പെട്ട കമ്പനികളുടെ പേര് പറയാത്തതെന്ന് വെച്ചാൽ അവർ പോലും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല അവരുടെ വ്യാജന്മാർ മാർക്കറ്റിൽ വരുന്നത്. അതുകൊണ്ട് നമ്മൾ അവരുടെ കച്ചവടം പൂട്ടേണ്ട കാര്യമില്ല. അറിയേണ്ടവർക്ക് അറിയാം. നിങ്ങൾക്ക് നല്ല എണ്ണ വേണമെന്ന് നിർബന്ധമാണെങ്കിൽ എള്ള് വാങ്ങി ആട്ടി ഉപയോഗിക്കുക. അത് മാത്രമാണ് വഴി. അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലേക്ക് മാറുക. ഓക്കെ. അപ്പോൾ വീട്ടിൽ വിളക്കായി, എണ്ണയായി. എന്നാൽ ഇനി പിന്നെ തിരിയുണ്ട്. തിരിയെക്കുറിച്ച് പറയാം. തിരി മാർക്കറ്റിൽ വരുന്ന തിരി നല്ലൊരു ശതമാനം നമുക്ക് കത്തിക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അത് ബ്ലീച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന കെമിക്കൽ കത്തുമ്പോൾ മോശം അന്തരീക്ഷം വീട്ടിലുണ്ടാവും. ഏത് തിരിയാ? തിരി ബ്ലീച്ച് ചെയ്തിട്ടാണ് വെള്ള കളറിൽ വരുന്നത്. ഒന്ന്, പണ്ട് നമ്മുടെ വീട്ടിൽ കോട്ടൺ തുണി നമ്മൾ ഉപയോഗിച്ചിരുന്ന തുണികൾ തെറുത്ത് ഉപയോഗിക്കുന്നു. അതും നന്നായി അലക്കി, അതായത് ഒഴുകുന്ന വെള്ളത്തിൽ അലക്കി, അലക്കുകാരം കൊണ്ട് അലക്കി, ഭസ്മം മുക്കി ഒന്നുകൂടി അലക്കി, പച്ചപ്പുല്ലിൽ വിരിച്ച് തുണി, അത് പ്രത്യേകം പറയുന്നുണ്ട്. അതാണ് മാറ്റെന്ന് പറയുന്ന സാധനം അലക്കുകാർ ഉപയോഗിക്കുന്നത്. അത് പച്ചപ്പുല്ലൊക്കെ വിരിക്കുന്നതിനൊക്കെ കൃത്യമായ ശാസ്ത്രീയത ഉള്ളതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത്. അത് നമ്മൾ നടക്കില്ലല്ലോ. ഇപ്പോഴും അലക്കുകാർ അങ്ങനെ തന്നെ ചെയ്യണം. അവർ അറിഞ്ഞിട്ടല്ല. പക്ഷേ ഇപ്പം പുല്ലിലിട്ട് ഉണക്കലൊക്കെ പിന്നെ പുഴയുടെ തീരത്ത് പുല്ലുണ്ട്. അതില്ലാത്ത സ്ഥലത്ത് അല്ല, പുഴയുടെ തീരത്ത് അവർ കൊണ്ട് അലക്കിയിരുന്നു എങ്കിൽ പുഴയുടെ തീരത്ത് പുല്ലുണ്ടായിരുന്നു. കൃത്യമായിട്ട് നടന്നിരുന്നു. അവർക്ക് അയ കെട്ടാൻ അറിയാഞ്ഞിട്ടല്ലല്ലോ അവർ പുല്ലിൽ ഉണക്കിയത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ശാസ്ത്രീയത അവരുടെ കാരണവന്മാർ ആരോ ചെയ്തിരുന്ന അവർ ഫോളോ ചെയ്തു വന്നു. അതുകൊണ്ടത് അമ്പലത്തിലൊക്കെ മാറ്റി കൊടുക്കുക എന്ന് പറഞ്ഞാൽ പുതിയ വസ്ത്രം വാങ്ങുന്നതിനേക്കാൾ അലക്കുകാർ കൊണ്ടുവരുന്ന മാറ്റിനാണ് പ്രാധാന്യം. അത് വേണമെങ്കിൽ ജ്യോതിഷത്തിൽ പരിശോധിച്ച് നോക്കിയുള്ളൂ. പുതിയൊരു മുണ്ട് വാങ്ങിക്കുകയുള്ളൂ. ഈ അലക്കുകാർ കൊണ്ടുവരുന്ന ഈ പറഞ്ഞ രീതിയിൽ, അതായത് ഒഴുകുന്ന വെള്ളത്തിൽ അലക്കി കാരം മുക്കിയിട്ട് അതിനുശേഷം ഭസ്മം മുക്കിയ വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്നുകൂടി അലക്കി അതിനുശേഷം നീലം മുക്കി പച്ചപ്പുല്ലിൽ ഉണക്കിയെടുത്ത, നേരിട്ട് സൂര്യപ്രകാശത്തിൽ ഉണക്കിയെടുത്ത മുണ്ടും മടക്കി വെച്ചിട്ട് പുതിയൊരു മുണ്ടും വാങ്ങിയിട്ട് ഇതിലേതാ നല്ലതെന്ന് ജ്യോതിഷത്തിൽ നോക്കിക്കോളൂ. ഏത് ജ്യോത്സ്യത്തിൽ വേണമെങ്കിൽ പോയി നോക്കിക്കോളൂ. അതാണ് മാറ്റ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ പ്രാധാന്യതാണ്. കൊടിയേറ്റിനും ആറാട്ടിനും ഉത്സവബലിക്കും എല്ലാം മാറ്റാണ് പ്രധാനം. അത് ഇവരുടെ അടുത്താണ് വാങ്ങാറ്. അപ്പോൾ തിരി ഒന്നുകിൽ അങ്ങനെ തെറുത്ത് ഉപയോഗിക്കും. അത് പ്രായോഗികമല്ല, അത് വിടാം. ഈ തിരി ഇനിയിപ്പോൾ നമ്മൾ ബ്ലീച്ച് ചെയ്തതിൻ്റെ ദോഷമാണ് ആദ്യം പറഞ്ഞത്. രണ്ടാമത്തെ ദോഷം പറയാൻ പോകുന്നത് ആശുപത്രികളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നും പുറന്തള്ളുന്ന കിടക്കയുടെ പഞ്ഞി തിരിയായിട്ട് മാർക്കറ്റിൽ വരുന്നുണ്ട്. അത് സത്യമാണ്. ഇതിനെക്കുറിച്ച് കുറേ പേര് അന്വേഷിച്ചിട്ടുണ്ട്. ഒരാളെന്നല്ല, ഞാനും അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ പലരിൽ നിന്നും കിട്ടിയ വിവരമനുസരിച്ച് കേരളത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തിരി നമുക്ക് വിശ്വസിക്കാവുന്നതല്ല. അതുകൊണ്ട് തിരി നമ്മളൊരു നൂല് എന്ന് പറഞ്ഞൊരു നൂല് കിട്ടും. പൂജാക്കടയിൽ പോയി കഴിഞ്ഞാൽ നെയ്ത്തുകാരുടെ അവിടെ വരുന്ന വേസ്റ്റാണത്. വേസ്റ്റല്ല, ഒരു പ്രത്യേക കെട്ട് പണിഞ്ഞുള്ളത്. അത് നമ്മളിങ്ങനെ അളക്കുമ്പോൾ പണ്ട് ഒരു നൂല് എന്നൊക്കെ പൂണൂലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നൂല് അതിന് വലിയ വിലയൊന്നുമില്ല. 10 രൂപ നമ്മൾ അതിന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു നെയ്ത്തുകാരന് ചെറിയൊരു ആശ്വാസമാകും. അതുകൊണ്ട് നൂല് വാങ്ങി വെക്കുക. അത് വിളക്കിൽ ഉപയോഗിച്ചാൽ തിരി നന്നായി എണ്ണ നമ്മൾ എണ്ണം കൂട്ടാലോ, 1-2 കൂട്ടാലോ. അപ്പോൾ നൂല് ഉപയോഗിക്കുക. അതാണ് ഏറ്റവും പ്രായോഗികമായിട്ടുള്ള വഴി. ഒരുമിച്ച് കുറച്ച് വാങ്ങും, 1 കിലോ 2 കിലോ എന്നൊക്കെ പറഞ്ഞ് വാങ്ങാം, അല്ലെങ്കിൽ അളവിലും വാങ്ങാം. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തിരി നന്നായി, അല്ലെങ്കിൽ വെള്ള കോട്ടൺ മുണ്ട് വാങ്ങുക. കോട്ടൺ മുണ്ട് 100% കോട്ടൺ തന്നെ കിട്ടാനില്ല. അതാണ് അത് ഖാദിന്നോ ഹാൻഡ്ലക്സിന്നോ വാങ്ങേണ്ടി വരും. ഇതെല്ലാം ഭയങ്കര കോംപ്ലിക്കേറ്റ്. അപ്പോൾ അത് കഴിഞ്ഞു. ഞാൻ അടുത്തേതാ? തിരിയായി സാമ്പ്രാണി കർപ്പൂരം പ്യൂർലി കെമിക്കലാണ്. കുന്തിരിക്കം കുറച്ച് ഭേദമാണ്. കുന്തിരിക്കപ്പൊടി. സാമ്പ്രാണി പൂർണ്ണമായി, അതായത് കർപ്പൂരം സാമ്പ്രാണി എല്ലാം പൂർണ്ണമായും കെമിക്കലാണ് മാർക്കറ്റിൽ വരുന്നത്. അഥവാ കർപ്പൂരം കത്തിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും കടകളിൽ നിന്ന് വാങ്ങുന്ന കർപ്പൂരം, അത് കർപ്പൂരം എന്ന് അറിഞ്ഞിട്ട് കത്തിക്കരുത്. ശരിക്കുമുള്ള കർപ്പൂരം കത്തിക്കഴിഞ്ഞാൽ അത് കത്തിയതിൻ്റെ ഒരു ലക്ഷണം അവിടെ ഉണ്ടാവില്ല. പുകയുണ്ടാവില്ല, കരി ഉണ്ടാവില്ല, വെള്ളം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. നമ്മൾ കത്തിക്കുന്ന എല്ലാ കർപ്പൂരത്തിനും പുകയുണ്ടാവും, കരി ഉണ്ടാവും. അത് കെമിക്കലാണ്, പക്ക കെമിക്കലാണ്. അത് ഒരു കാരണവശാലും വീട്ടിൽ കത്തിക്കാവുന്നതല്ല, ക്ഷേത്രത്തിൽ കത്തിക്കാവുന്നതല്ല. നമ്മൾക്കുള്ള രോഗം വിളിച്ചു വരുത്തലാണ്. അതുകൊണ്ട് പച്ചക്കർപ്പൂരം മരുന്ന് കടകളിൽ, ആയുർവേദ മരുന്ന് കടയിൽ പോയി 14 തരത്തിലിട്ട് ആയുർവേദത്തിൽ പച്ചക്കർപ്പൂരം ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. 14 തരം ചെടികളിൽ നിന്ന്, പ്രധാനമായിട്ട് 3 തരം ചെടികളിൽ നിന്ന് ഉണ്ടാക്കുന്നു എന്ന് പറയുന്നുണ്ട്. എന്താണെങ്കിലും പച്ചക്കർപ്പൂരം എന്ന് പറയുന്ന ഔഷധം വാങ്ങി ഒരു നുള്ള് വേണമെങ്കിൽ കത്തിക്കാം. അല്ലാതെ മറ്റേ പാക്കറ്റ് കർപ്പൂരം മറ്റേ ഗുളിക പോലെ വരുന്നത് കത്തിച്ചിട്ട് ഒരു കാര്യമില്ല. ഓരോ ദിവസവും നമ്മുടെ ദുരിതം കൂടി വരാമെന്നാണ്, കുറയില്ല. അടുത്തത് ചന്ദനത്തിരി. പണ്ട് ഉപയോഗിച്ചിരുന്ന ചന്ദനത്തിരി പശുവിൻ്റെ ചാണകം, നാടൻ പശുവിൻ്റെ ചാണകത്തിൽ ഗുൽഗുല് ചേർത്ത്, ഗുൽഗുല് പശയും കൂടിയാണ്, ഔഷധമാണ്, പശയാണ്. ഗുൽഗുല് ചേർത്താണ് ചന്ദനത്തിരി ഉണ്ടാക്കിയിരുന്നത്. ഇപ്പോൾ ചന്ദനത്തിരി കുതിരച്ചാണകം ഉപയോഗിക്കുന്നുണ്ട്. കുറേ ഭേദം കുതിരച്ചാണകമെങ്കിലും ആണല്ലോ എന്ന് ആലോചിക്കാം. മരപ്പൊടി ഉപയോഗിക്കുന്നുണ്ട്, അതും പോട്ടെ. പക്ഷേ ഇപ്പോൾ മൾട്ടിവുഡ് എന്നൊക്കെ പറഞ്ഞു വരുന്ന പ്ലാസ്റ്റിക് സാധനം വരെ ചന്ദനത്തിരി. കാരണം ഇതിൻ്റെയൊക്കെ വേസ്റ്റ് എങ്ങനെയെങ്കിലും വിൽക്കുക എന്നുള്ളതാണ് അപ്പോഴത്തെ ഉദ്ദേശം. എന്നുള്ളതുകൊണ്ട്
അതിലുപയോഗിക്കുന്ന മുഴുവൻ കെമിക്കലായ പശകളാണ്. ചന്ദനത്തിരി കത്തിച്ചാൽ ശ്വാസകോശത്തിന് വരാവുന്ന എല്ലാ രോഗങ്ങളും വരും. അത് ക്ഷേത്രത്തിലാണെങ്കിലും വീട്ടിലാണെങ്കിലും. അപ്പോൾ ചന്ദനത്തിരിക്ക് പകരം എന്ത് ഉപയോഗിക്കാം, സ്വാഭാവികമായിട്ട് നമ്മൾ വരും. എന്തെങ്കിലും ഒരു സാധനം കത്തിച്ചില്ലെങ്കിൽ നമുക്കൊരു സമാധാനമില്ല. അതെ, ഒന്ന് പോച്ചില്ലെങ്കിൽ അങ്ങനെ ഈ സിഗരറ്റ് പോക്കുണ്ടോ? അങ്ങനെ ആവുമല്ലോ, സിഗരറ്റിന് പേടിയൊക്കെ പോക്കാമല്ലോ. ശരിയാ. പക്ഷെ അതൊന്നും നമ്മൾ ചെയ്യാൻ തയ്യാറല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോക്കണമെങ്കിൽ ഒരു കഷ്ണം തേങ്ങാപ്പൂള് നെയ്യിൽ മുക്കിയിട്ട് കനലിൽ വെച്ചാൽ ഉണ്ടാകുന്ന പുക ഏറ്റവും ഉത്തമം. കനലിൽ നല്ല നെയ്യാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് പകരം പിന്നെന്താ, അതിനെല്ലാം ഓപ്ഷൻ ഉണ്ടല്ലോ. നല്ല നെയ്യാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ 2 തുള്ളി നെയ്യ് ഒരു കനലിൽ ഒറ്റിച്ചാൽ ഉണ്ടാകുന്ന പുക നല്ലത്. അതുമല്ലെങ്കിൽ ദശാംഗം കടയിൽ വാങ്ങാൻ കിട്ടും. ദശാംഗം കിട്ടും, അഷ്ടഗന്ധം കിട്ടും. ഇത് രണ്ടും നമുക്ക് വേറെ വേറെ വാങ്ങിയിട്ട് വേണമെങ്കിൽ പൊടിക്കാം. തൽക്കാലത്തേക്ക് കടയിൽ വാങ്ങാൻ കിട്ടും. അങ്ങനെ ഇപ്പോൾ ഈ പറഞ്ഞ അതിൻ്റെ പിന്നെ ചരിത്രം അന്വേഷിച്ച് പോയി എന്താ പറയുന്നറിയില്ല. അല്ല, ഇപ്പോൾ അല്ല എന്നാണ് കേൾക്കുന്നത്. നാളേക്ക് അതാവില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ നമുക്കിത് വേറെ വേറെ വാങ്ങാൻ പറ്റും. അഷ്ടഗന്ധമൊക്കെ ഓരോ ദേവതയ്ക്കും വേറെ ആണെങ്കിൽ പോലും ജനറലി അഷ്ടഗന്ധം നമുക്ക് പോക്കാം. അഷ്ടഗന്ധം കേരളത്തിൽ പ്രോമിനൻ്റ് ആവുന്നതിന് കോവിഡ് സമയത്താണ്. വീട് പുകയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അപരാജിത ചൂർണ്ണമൊക്കെ കൂടി ഇതെല്ലാം കൂടി ഇതൊന്നും പ്രായോഗികമായിട്ട് തോന്നില്ല എന്ന് വിചാരിക്കുക. കുറച്ച് രാമച്ചം വാങ്ങി വെച്ചിട്ട് നന്നായിട്ട് ചെറുതായിട്ട് അരിയുക, രാമച്ചം കനലിട്ട് പുകച്ചാൽ മതി. ഇതാണ് അന്തരീക്ഷം ശുദ്ധീകരിക്കാനും ദേവതയ്ക്ക് ഇഷ്ടപ്പെടാനും നമ്മൾക്ക് ആരോഗ്യം ഉണ്ടാവാനും ഏറ്റവും നല്ല പുക എന്ന് പറയുന്നത്. അല്ലാണ്ട് ചന്ദനത്തിരി ഒരു കാരണവശാലും ഒരു കമ്പനിയുടെ ചന്ദനത്തിരിയും വാങ്ങാവുന്നതല്ല. അപ്പോൾ വിളക്കായി, എണ്ണയായി, തിരിയായി, ബാക്കി കാര്യങ്ങളൊക്കെ. പിന്നെ ചിലർ ഞാൻ ചോദിച്ച് കണ്ടതാണ് വെള്ളത്തിൻ്റെ കാര്യം. വെള്ളമാണ് ഇതിൽ ആദ്യം പറയേണ്ടത്. മിത്രജി ആദ്യം പറഞ്ഞു നമ്മുടെ വീട്ടിലെ കിണറ്റിൽ നിന്ന് ഇടിച്ച് വെള്ളം കോരി വെക്കണമെന്ന് പറഞ്ഞു. കിണറില്ലാത്തവരെന്ത് ചെയ്യും? അന്നെ ശരിക്കും വെള്ളമാണ് ഏറ്റവും ആദ്യത്തെ കാര്യമാണ്. നമ്മൾ പറയുന്നതിന് എങ്ങനെയാണ്, ജലത്തിനാണ് തോന്നുന്നത്. മറ്റേ ധൂപദീപ എന്നൊക്കെ പറയുന്നതിൽ ആദ്യം ജലമാണ് പറയുന്നത്. അപ്പോൾ ചന്ദനമൊക്കെ വരുന്നുണ്ട്. ജല, ഗന്ധ, പുഷ്പ, ധൂപദീപം, പിന്നെ ആണ് നേദ്യം എന്ന് പറയുന്നത്. അങ്ങനെയല്ല എൻ്റെ ഓർഡർ പോകുന്നത്. അപ്പോൾ ജലം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ജലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അളവുകോൽ എന്ന് പറയുന്നത് pH ആണ്. അപ്പോൾ ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല. 7 to 7.5 നമുക്കെടുക്കാം. pH കൂടുതലാണെങ്കിൽ, അസിഡിക് ആണെങ്കിൽ അവിടെ അസിഡിക്കായ ഭൂമിയിൽ ബ്രാഹ്മണ്യം നിലനിൽക്കില്ല എന്ന് ശാസ്ത്രമുണ്ട്. എന്ന് വെച്ചാൽ ഒരു പൂജാകാര്യം ചെയ്തിട്ടും കാര്യമില്ല. അങ്ങനെ ലവണാംശം ഉണ്ടായിരുന്ന കേരളത്തിലെ ലവണാംശം മാറ്റിയവനാണ് പരശുരാമൻ. ബ്രാഹ്മണർക്ക് ജീവിക്കാൻ പറ്റാതെ ഒരിക്കലും ഓടിപ്പോയതാണ് അവർ. കാരണം ഇവിടെ ബ്രാഹ്മണ്യം നിലനിൽക്കില്ല എന്ന് ബോധ്യപ്പെട്ടിട്ട്. അപ്പോൾ അതിനെ ബാലൻസ് ചെയ്ത് ഇതിനെ ജീവിക്കാവുന്ന രൂപത്തിലാക്കിയ ഒരു ഗുരു നമ്മൾക്കുണ്ടത് പരശുരാമനാണ്. കഥകളിലാണെങ്കിലും ശാസ്ത്രമാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ അദ്ദേഹത്തിന് വന്ദിക്കുക. എന്നിട്ടപ്പോൾ pH 7 to 7.5. ലവണാംശം എന്ത് ചെയ്തു പറഞ്ഞാൽ ഒന്നുകൂടെ പറയാമോ? ലവണാംശം കൂടിയ ഭൂമി ആയതുകൊണ്ടും നാഗങ്ങൾ വസിക്കുന്ന ഭൂമി ആയതുകൊണ്ടും ഇവിടെ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇവിടെ കൊണ്ടുവന്ന് ബ്രാഹ്മണർ തിരിച്ചുപോയി. ഈ ലവണാംശം വന്നപ്പോഴാണോ ഓർമ്മ വരുന്നത്? എന്തുകൊണ്ട് ലവണാംശം കൂടുതൽ? കടലിൽ നിന്ന് എടുത്തതാണ്. കടലിൽ നിന്ന് എടുത്തതായതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇതിൽ ഉപ്പുവെള്ളം കൂടുതലുള്ളതുകൊണ്ട് എടുത്താണ്, സൃഷ്ടിച്ചെടുത്ത ഭൂമി എന്നാണ് പറയുന്നത്. കഥകൾക്കൊക്കെ പുറകിൽ ഒരു ശാസ്ത്രവും ഒരു ചരിത്രവും ഒരു തത്വമൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ ആ കഥ വിശ്വസിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അങ്ങനെ സൃഷ്ടിച്ചു. ഇനി ഇത് തിരിച്ച് ഇങ്ങോട്ട് എടുത്തതാണെങ്കിൽ തിരിച്ച് അങ്ങോട്ട് തന്നെ പോകുന്ന ഉറപ്പാണല്ലോ. അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സൃഷ്ടിച്ചതാണ് 108 ശിവക്ഷേത്രം, 108 ദുർഗാക്ഷേത്രം, 4 അംബികമാരൊക്കെ ഈ ഊർജ്ജ കേന്ദ്രങ്ങളെ സൃഷ്ടിച്ച് കളിച്ചുണ്ടാക്കിയെടുത്തുള്ളൊരു സാധനമാണത്. അപ്പോൾ ലവണാംശം കൂടിയ സ്ഥലത്ത് ബ്രാഹ്മണ്യം നിലനിൽക്കില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. കൃഷി നടക്കില്ല, ചെടികൾ ഉണ്ടാവില്ല, മനുഷ്യർക്ക് പറ്റില്ല, ഒന്നും പറ്റില്ല, മൃഗങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ ഇനി നമ്മൾ ഇപ്പോൾ വീണ്ടും നമ്മുടെ വെള്ളം നാശമായിക്കൊണ്ടിരിക്കണം. അദ്ദേഹം നന്നാക്കിയെന്ന് പറയുന്ന വെള്ളം വീണ്ടും നാശമായിക്കൊണ്ടിരിക്കണം. അപ്പം അതിന് പല കാര്യങ്ങളുണ്ട്. അമ്പലങ്ങളിൽ ചെയ്യുന്നത് പുണ്യാഹം ഉണ്ടാക്കലാണ്. 5 പേര് ചേർന്നാണ് പുണ്യാഹം ഉണ്ടാക്കുന്നത്. 2 പേര് ചേർന്നാൽ പോലും അരപുണ്യാഹം എന്നൊക്കെയാണ് പറയുന്നത്. ഒരുപാട് മന്ത്രങ്ങളുണ്ട്. യജുർവേദക്കാർക്ക്, ഋഗ്വേദക്കാർക്ക് ഒരാൾക്ക് 35 മന്ത്രം, ഒരാൾക്ക് 40 മന്ത്രം, അങ്ങനെ പല രീതികളുണ്ട്. എന്താണെങ്കിലും അവർ പുണ്യാഹം ഉണ്ടാക്കിയിട്ടാണ് ജലം ഈ പറഞ്ഞ pH കറക്റ്റ് ചെയ്യുന്നത്. നമ്മൾക്ക് എളുപ്പത്തിലുള്ള കുറച്ച് വഴികൾ പറയാം. ഒന്ന്, കിണറിലെ വെള്ളം ഭേദപ്പെട്ട വെള്ളമാണെന്ന് നമ്മൾ സങ്കല്പിച്ച് ഉപയോഗിക്കുക. pH ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ ടെസ്റ്റ് ചെയ്തിട്ട് അതിനെ കറക്റ്റ് ചെയ്യുക. 2, കിണറിൽ കുമ്മായം പൊടിച്ചത് കിഴി കെട്ടിയിട്ട് കിണറിൽ കെട്ടി തൂക്കിയിട്ടാൽ കുറേ സംഗതികൾ കറക്റ്റാവും. ബ്ലീച്ചിങ് പൗഡർ കിണറിൽ കലക്കുന്നത് നല്ലതല്ല എന്ന് എൻ്റെ അടുത്ത് പലരും പറയുന്നുണ്ട്. അതിൻ്റെ അവർ പറയുന്ന ലക്ഷണം ബ്ലീച്ചിങ് പൗഡർ കലക്കി കഴിഞ്ഞാൽ കിണറിലെ മീൻ ചത്തുപോകും. എന്നാൽ പൊട്ടാസ്യം ഇല്ല, കുമ്മായി അങ്ങനെ ഒരുമിച്ച് കലക്കല്ലോ ഇങ്ങനെ കിഴി കെട്ടി തൂക്കിയിടുക. അപ്പോൾ അത് കുറേശ്ശായിട്ട് ശരിയാവും. ഇല്ല, അതൊരു വലിയൊരു കിഴിയിടാം.
നീറ്റുകാക്ക പൊടിച്ചിട്ട് നന്നർത്ഥം. മനസ്സിലായി. നീറ്റുകാക്ക പൊടിച്ചിട്ട് കിണറിൽ കെട്ടി തൂക്കിയാൽ കിണർ ശുദ്ധമാവും. ഇനി കിണറിൽ ചെങ്ങഴി നീർക്കിഴങ്ങ് എന്ന് പറഞ്ഞ ചെടിയുണ്ട്. ആ ചെടി കിണറിൽ വളർത്തിയാൽ അതൊരു പടർന്നുണ്ടാകുന്നൊരു ചെടിയാണ്. അത് വളർത്തി കിണറിൽ വളർത്തും. കിണറിൽ ചേറ് വരെ മാറും. ചേറിനെ ഇത് വലിച്ചെടുക്കും. എന്താ ഇതിന്റെ പേര്? ചെങ്ങഴി നീർക്കിഴങ്ങ് ആയുർവേദ കടലിൽ കിട്ടും. ആ, അത് കിണറിൽ ഇടാവുന്ന സാധനമാണ്. കിണറിൽ വെറുതെ ഇട്ടാ മതി. അതൊരു താമര ആമ്പലൊന്നും അല്ലാത്തതിൻ്റെ ഇടയിൽപ്പെട്ടൊരു ചെടിയാണത്. നമ്മുടെ ഈ മറ്റേ ആഫ്രിക്കൻ പായലൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ കുറച്ചും കൂടി വലിയൊരു ടൈപ്പ് സാധനം. അത് ഒരുപാടുണ്ടാവുന്നില്ല, ഒരു ചെറിയ കൂട്ടായിട്ട് കിടക്കും. നമുക്ക് ശല്യമായി മാറില്ല എന്നർത്ഥം. നെല്ലി ഇടുമായിരുന്നു പണ്ട്. നെല്ലി മരത്തിന്റെ നെല്ലി കിണറിൻ്റെ അടുത്ത് വെക്കുന്നത് നല്ലതാണ്. ഒരു തടി ചിലർ കൊണ്ടുവന്നു. നെല്ലിയുടെ ഇല കിണറിൽ വീഴുന്നത്, നെല്ലിയുടെ വേര് കിണറിൽ വരുന്നത് ഒക്കെ നല്ലതാണ്. നെല്ലിപ്പലക അടിയിലിടുമായിരുന്നു. നെല്ലിപ്പലക, അതന്നെ. നെല്ലിപ്പടി എന്ന് പറയാം. ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടു എന്നൊക്കെ പറയില്ലേ. അപ്പോൾ കിണറിലെ വെള്ളം നമുക്ക് ഉപയോഗിക്കാം. ഇനി അത് മോശമാണെന്ന് സംശയം ഉണ്ടെങ്കിൽ ഒരു മൺപാത്രത്തിൽ കോരി വെച്ചതാണ് 24 മണിക്കൂറോ 12 മണിക്കൂറോ കഴിഞ്ഞിട്ടാണെങ്കിൽ ഭേദപ്പെട്ട വെള്ളമായി മാറും. കിണറില്ല, ടാപ്പ് വെള്ളമല്ലേ ഫ്ലാറ്റുകളിലൊക്കെ. ടാപ്പ് വെള്ളമാണെങ്കിൽ മൺപാത്രത്തിലേക്ക് ശേഖരിച്ച് വെക്കുക. pH ടെസ്റ്റ് ചെയ്യുക. ഒന്ന് അതിനെ 7 to 7.5 ആക്കാനുള്ള വഴി നോക്കുക. അതായത് എന്താ പറയുക, അസഡിക്കാണെങ്കിൽ ഒന്നുകിൽ ഭസ്മം ചേർക്കണം അല്ലെങ്കിൽ ചെറുനാരങ്ങ ചേർക്കണം എന്നൊക്കെയാണ് പഴയ കണക്ക്. എങ്ങനെയാണെങ്കിലും അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സംഭവം. എന്നിട്ട് മൺപാത്രത്തിൽ വയ്ക്കാം. അതല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിൽ വയ്ക്കുന്നതാണെങ്കിൽ അതിൽ ഓടിൻ്റെ പൊട്ടില്ലേ, പഴയ മംഗലാപുരം ഓട് പറഞ്ഞാൽ പഴയ പെരമേയുന്ന ഓട്, അത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഓടിൻ്റെ പൊട്ടിട്ടാൽ കുറേ കാര്യങ്ങൾ ശരിയാവും. ഇനി പുണ്യാഹച്ചുണ്ട എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട്. അതിൻ്റെ കായ പൊട്ടരുത്, പൊട്ടിക്കഴിഞ്ഞാൽ കയ്പ്പ് വരും. അതുപോലെ പുണ്യാഹച്ചുണ്ട ഇട്ട് വെച്ചാൽ വെള്ളം കറക്റ്റാവുമെന്ന് പറയുന്നു. അങ്ങനെ പല പല രീതികളുണ്ട്. ഇനി മറ്റൊരു രീതി പറയുന്നത് അരയാലിൻ്റെ ഇലയുടെ ഉള്ളിൽ മാവിൻ്റെ ഇല വെച്ചിട്ട് ചുരുട്ടിയിട്ട് ഒരു ആലിൻ്റെ ഇലയുടെ ഉള്ളിൽ ഒരു മാവിൻ്റെ ഇല ഇട്ടിട്ട് ചുരുട്ടിയിട്ട് ആലിൻ്റെ വാലില്ലേ അതുകൊണ്ട് തന്നെ കെട്ടിയിട്ട് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ pH കറക്റ്റ് ആവുമെന്ന് പറയുന്നു. ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. പരീക്ഷിച്ച് നോക്കേണ്ടവർക്ക് നോക്കാം. നോക്കേണ്ടവർക്ക് നോക്കാമല്ലോ. ഇപ്പോൾ നമ്മളൊരു വിത്തിട്ട് കൊടുക്കണം, ഒരു ആശയമാണത്. അല്ലാണ്ട് ഇതെല്ലാം ലാബിൽ തെളിയിച്ചതല്ല. ഇങ്ങനെയൊക്കെ വഴികളുണ്ട്, വേണ്ടവർക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ വെള്ളം ശുദ്ധമാവൽ വളരെ പ്രധാനമാണ്. അല്ലെങ്കിൽ ഈ ചെയ്യുന്ന എല്ലാ പണികളും വെറുതെ ആവും. അത് ശരി, വെള്ളത്തിൽ നിന്ന് തുടങ്ങണം. അതെ, അത് കഴിഞ്ഞ് വേണം വിളക്ക് പോലും നോക്കാനല്ലേ. ഇത്രയും കാര്യങ്ങൾ. അത് വെള്ളം നന്ന്, വിളക്ക് നന്ന്, എണ്ണ നന്ന്, തിരി നന്ന്, കത്തിക്കുന്ന ചന്ദനത്തിരിക്ക് പകരം നമ്മൾ മറ്റതിലേക്ക് മാറുന്നു. ഈ നല്ല കർപ്പൂരം, പച്ചക്കർപ്പൂരം കത്തിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും കൃത്യമായി ദേവതയിലേക്ക് തട്ടി തിരിച്ചു വരും. ദേവത എത്രമാത്രം സന്തോഷമായോ അത്രയും നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് സന്തോഷം വരും. ആദ്യം ചെയ്യുന്ന ആൾക്ക് മാനസികമായിട്ട് അല്ലേ. അല്ല, നമ്മളിതിൻ്റെ ലാഭം നോക്കാൻ പോയി കഴിഞ്ഞാൽ പെടും. ഇതെല്ലാം തന്നെ ഇപ്പം നമ്മൾ കുട്ടിക്ക് ചിക്കൻ കഴിക്കണം. വീട്ടിലെ കുട്ടിക്ക് 2 വയസ്സോ 3 വയസ്സേ ഉള്ളൂ. നമ്മൾ കേട് വന്ന ചിക്കൻ അവർ കളയുന്നുണ്ട്. അത് പോയി വാങ്ങി നമ്മൾ ചൂടാക്കിയിട്ട് അരച്ചു കൊടുക്കില്ലല്ലോ. ഇല്ല കൊടുക്കില്ല. അതുപോലെ തന്നെയാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും. പണ്ട് അടുക്കള എന്ന് പറയുന്ന ഒരു എച്ചിൽ വീഴാൻ പോലും സമ്മതിക്കില്ല അവിടെ. കാരണം ഈശാന കോണിലാണ്, ക്ഷേത്രത്തിന് തുല്യമായി കാണേണ്ട സ്ഥലമാണ് അടുക്കള. അതുകൊണ്ടാണ് അത് ഈശാന കോണിൽ വരുന്നത്. ഭക്ഷണം എന്ന് പറയുന്നത് അന്നപൂർണേശ്വരിയാണ്. അന്നപൂർണേശ്വരിക്കുള്ള നേദ്യം ഉണ്ടാക്കുന്ന സ്ഥലമാണ്, ക്ഷേത്രമാണ് അടുക്കള. ആ അന്നപൂർണേശ്വരി നമ്മുടെ അകത്തിരിക്കുന്നുണ്ട്. ആ ദേവതയ്ക്ക് കൊടുക്കുന്ന അന്നമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. നമ്മുടെ ശരീരം ക്ഷേത്രമാണ്, അടുക്കള കോവിലാണ്, വീട് ക്ഷേത്രമാണ് എന്ന സങ്കല്പം പൂർണ്ണമായും ഉണ്ടെങ്കിലേ ഇതെല്ലാം നന്നാവുള്ളൂ. ഇത് നമ്മൾ ഉപയോഗിച്ച് ശുദ്ധമായ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന സുഖവും ആനന്ദവും ഐശ്വര്യവും നമ്മുടെ തടസ്സങ്ങളെല്ലാം മാറി മുന്നോട്ട് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ ക്ഷേത്രത്തിൽ പോയിട്ട് ഈ എണ്ണ മാറ്റിക്കോളൂ. ഇത് ശരിയല്ല, നാളെ മുതൽ ഇതിവിടെ കാണരുത് എന്ന് പറയാനുള്ള തൻ്റെ ഇടം നമുക്ക് വരും. ആ തൻ്റെ ഇടം ഈ ദേവത തരും. അല്ലാതെ സംഘടന ഉണ്ടാക്കിയിട്ടൊന്നും ചോദിക്കായിരുന്നു. പിന്നെ ചിലർ നേദ്യം വെക്കുക എന്ന് പറയില്ലേ, അങ്ങനെ വെക്കേണ്ട ആവശ്യമുണ്ടോ വീട്ടിൽ? നേദ്യം വെക്കേണ്ട ആവശ്യമുണ്ടല്ലോ. ഉണ്ട്. എന്നും വെക്കണം എന്നുണ്ടോ? അതോ അല്ല, അത് നമ്മൾ പ്രതിഷ്ഠയാണെങ്കിൽ, നമ്മുടെ വീട്ടിലൊരു പ്രതിഷ്ഠയുണ്ട്, പീഠമുണ്ട്, എങ്ങനെയാണെങ്കിൽ അത് പ്രതിഷ്ഠാ ദിവസം നമ്മൾ കൊടുക്കുന്ന വാക്കാണ്. കൊല്ലത്തിലൊരിക്കലും നേദ്യം വെക്കാമെന്നാണ് പറഞ്ഞാൽ കൊല്ലത്തിലൊരിക്കലും മതി. 3 കൊല്ലം കൂടുമ്പോൾ എന്നാ പറഞ്ഞാൽ അങ്ങനെ മതി. 5 കൊല്ലം കൂടുമ്പോൾ എന്നാ പറഞ്ഞാൽ അങ്ങനെ മതി. പ്രതിഷ്ഠയില്ലാത്ത നമ്മൾ സാധാരണ നിത്യം നമ്മൾ വിളക്ക് വയ്ക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മലര് നമ്മൾ വെച്ച്, മലരിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിലും മലരിൻ്റെ ആ മലരിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നെല്ല് എന്ന് പറയുന്നത് ഭൂമി തത്വമാണ്, നമ്മുടെ പൃഥ്വി എന്ന് പറയുന്ന തത്വമാണ്. മലര് അഗ്നിയിൽ ചേരുമ്പോൾ, അത് ഭൂമിയിൽ അഗ്നി ചേരുമ്പോഴാണത് മലരുന്നത്. എന്ന് വെച്ചാൽ പൂവിൻ്റെ മൊട്ട് എന്ന് പറയുന്നത് ഭൂമി തത്വമാണ്. അതിൽ വെയിൽ വരുമ്പോഴാണ് ഭൂമിയിൽ മൊട്ട് വിരിഞ്ഞ് ആകാശത്തേക്ക് നോക്കുന്നത്. അപ്പോൾ മൊട്ട് ഭൂമി തത്വമാണ്, പൂത്തത് ആകാശതത്വമാണ്. ഇതിൻ്റെ ഇടയിൽ വെയിൽ വരുമ്പോഴാണ് അത് പൂക്കുന്നത്. അതുപോലെ നെല്ല് എന്ന് പറയുന്ന ഭൂമി തത്വത്തിന് ആകാശത്തിലേക്ക് ഉയർത്തുന്ന അഗ്നി കൂടി ചേരുമ്പോഴാണ് അത് മലരാവുന്നത്. അപ്പോൾ ഈ 3 തത്വങ്ങളിലൂടെ കടന്നുപോയി. അവിലും മലരും വെക്കാന്ന് എനിക്കറിയാം. അവിലിന് ഈ പ്രാധാന്യമില്ല, മലരിൻ്റെ പ്രാധാന്യമില്ല. അത് പൂത്ത് മലർന്നു എന്നൊക്കെ പറഞ്ഞ പോലെ മലർന്നതാണ്, ആകാശത്തേക്ക്
തെളിഞ്ഞതാണ്. ശരി. അപ്പോൾ അതുകൊണ്ട് പക്വമായ അതെ, അപ്പം മലര് ദേവതയ്ക്ക് കൊടുക്കുന്നതും ദേവത കഴിച്ചു എന്ന് സങ്കല്പിച്ച് നമ്മൾ കഴിക്കുന്നതും നമ്മുടെ ഒരുമാതിരിപ്പെട്ട അസുഖങ്ങളെല്ലാം മാറാൻ കാരണമാകും. രാവിലെ വെറും വയറ്റിൽ അതാണ് ആദ്യത്തെ ഭക്ഷണമെങ്കിൽ. അപ്പം നിത്യം മലരിന് പത്ര വലിയ വിലയൊന്നുമില്ല. 1 കിലോ 1/2 കിലോ മലര് വാങ്ങി നെല്ലൊക്കെ കളഞ്ഞ് ഇതാക്കി വെച്ച് ഒരു പിടി ഒരു പാത്രത്തിൽ വെച്ച് വിളക്ക് വയ്ക്കുമ്പോൾ ഒരു ഇത്തിരി വെള്ളവും വയ്ക്കുക, പാത്രത്തിൽ മലരും വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ അതാണ് കഴിച്ചാൽ എന്തോ നല്ലതല്ല. അതിന് പത്ര വലിയ പണിയുണ്ടോ? ഇത് മുഴുവൻ കോംപ്ലിക്കേറ്റ് ചെയ്ത് ഇത്ര ഉരു ജപിക്കണം, ഇങ്ങനെ തലകുത്തി നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിനെ മുഴുവൻ നമ്മളിതൊന്ന് മാറ്റിയത്. ഏറ്റവും ലളിതമാകുക, വിളക്ക് വയ്ക്കുമ്പോൾ അമ്മയെന്ന് വിളിക്കുക, വെള്ളം അമ്മയ്ക്കാണ് വെച്ചിരിക്കുന്നത്, മലര അമ്മയ്ക്കാണ് വെച്ചിരിക്കുന്നത്, 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മളെടുത്ത് കഴിക്കുക. തീരെ വേണ്ടാന്ന് പറയാനും നമുക്ക് പറ്റത്തില്ല. അല്ല, ഇത്ര ചെയ്യേണ്ട കാര്യം ഇനി അതിന് മൂലമന്ത്രം ഇത്ര തവണ ജപിക്കണം, കിഴക്കോട്ട് നിർബന്ധം പിടിക്കണം. ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ഇത് കോംപ്ലിക്കേറ്റഡ് ആവുന്നത്. ഇപ്പം തിരിയുടെ കാര്യം പറഞ്ഞാൽ എത്ര നാളെന്ന് ചോദിച്ചില്ലേ? ഞാൻ അവിടെ അത് ചോദിച്ചു, ഒരു തിരി കത്തിക്കുന്ന ദോഷമാണ് അങ്ങനെ ആൾക്കാർ. അതെ അതെ, അത് ചോദിക്കാറുണ്ട്. പക്ഷെ അതൊക്കെ ഒരു തിരി ആയാലും കുഴപ്പമില്ലെന്നാണ് എനിക്ക് എൻ്റെ ഒരു അല്ല, അത് ഒരു തിരി എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രഹ്മത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ എന്താ പറയുക, പ്രാപഞ്ചിക ഊർജ്ജം എന്ന് പറയുന്നതിലേക്ക് നമ്മളുടെ ഊർജ്ജത്തിനെ ഫോക്കസ് ചെയ്യുന്നതാണ്. പൊതുവേ മരിച്ചു കഴിഞ്ഞാൽ ആ പ്രാണൻ അതിലേക്ക് പോകുന്നു എന്ന സങ്കല്പത്തിലാണ് മരിച്ച തലക്കിൽ വെക്കുന്ന വിളക്കിൽ ഒരു തിരി ഉണ്ടാവാറുണ്ട്. അത് കണ്ട് ശീലിച്ച ആൾക്കാർക്ക് ഒരു തിരി കത്തിക്കേണ്ട ബുദ്ധിമുട്ട് വരും, മരണം ഓർമ്മ വരും. അതുകൊണ്ട് നമ്മൾക്ക് രണ്ടാണ് സമ്പ്രദായ പ്രകാരം 2 തിരി കിഴക്കോട്ടും 2 തിരി പടിഞ്ഞാട്ടും. അപ്പോൾ കൈ തൊഴുന്ന പോലെ ഇട്ടിട്ട് കത്തിക്കുകയാണ് അതിൻ്റെ നല്ലത്. അതിന് കാരണം എന്ന് വെച്ചാൽ അത് ഇടയും പിങ്കളയുമാണെന്നാണ് പറയുന്നത്. ഇത് രണ്ടും തുല്യമായിട്ട് കത്തുക, പുകയരുത്, മുനിഞ്ഞും കത്തരുത്. തുല്യമായിട്ട് കത്തിക്കഴിഞ്ഞാൽ നടുക്കിലുള്ള പൊങ്ങി നിൽക്കുന്ന ഭാഗമില്ലേ വിളക്കിൻ്റെ, അതിനെ എന്തേലും പറയാം, നാരായ എന്ന് പറയും, കൂർപ്പ് എന്ന് പറയും. അത് നമ്മുടെ സുഷ്മനയാണ്, എന്ന് വെച്ചാൽ ബിന്ദുവാണ് ഈ ഭാഗമാണ്. അപ്പോൾ ഇത് രണ്ടും തുല്യമായി കഴിഞ്ഞാൽ ബിന്ദുവിലേക്ക് ഇത് എത്തും. ഇവിടെ വെച്ച് കൂടിച്ചേർന്നും ബിന്ദുവിലേക്കാണ് ഇതിൻ്റെ യാത്ര. അപ്പോൾ കൃത്യമായിട്ട് ദേവതകളുടെ തത്തുല്യമായി നമ്മൾ മാറും, നന്നായിട്ട് വിളക്ക് വെച്ചാൽ. പിന്നെ നമുക്കൊരു തടസ്സം ഉണ്ടാവില്ല. കാരണം ദേവതയ്ക്ക് എന്ത് തടസ്സം? മധുരാളി പോകുന്ന സമയത്ത് കട അടച്ചു എന്നൊക്കെ പറയും ആരെങ്കിലും. അപ്പം അതുകൊണ്ട് നമ്മൾ സ്വയം ദേവതയായി കഴിഞ്ഞാൽ ഒരു തടസ്സമില്ല. അതുകൊണ്ട് ദേവതയ്ക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാം. നമുക്ക് ചെയ്യും പോലെ തന്നെ നമ്മൾ നല്ലതേ കഴിക്കുള്ളൂ തീരുമാനിക്കുക. നമ്മൾ നന്നായിട്ട് കഴിക്കുന്ന സാധനം, നല്ല സാധനം ദേവതയ്ക്കും കൊടുക്കും. അല്ലാണ്ട് വിളക്കിൽ വയ്ക്കാൻ വില കുറഞ്ഞ എണ്ണ കൊണ്ട് ഒരു സിസ്റ്റം ഇല്ല. പാചകം ചെയ്യാവുന്ന എണ്ണ, അത് പാചകം ചെയ്യാവുന്ന എണ്ണയാണെന്ന് അറിഞ്ഞിട്ടല്ല കേട്ടോ നമ്മൾ വാങ്ങുന്നത് ഇപ്പോൾ പലതും. അതും മോശമാണ്. അടുക്കളയിൽ കെമിക്കലൊന്നും പണ്ട് ഉപയോഗിച്ചിരുന്നില്ല, അമ്പലത്തിൽ ഉപയോഗിച്ചിരുന്നില്ല, സിമെൻറ്റ് പോലും ഉപയോഗിച്ചിരുന്നില്ല. ചുണ്ണാമ്പ് മാത്രമായിരുന്നു അമ്പലത്തിലുണ്ടായിരുന്നത്, കരിങ്കല്ല്, ചുണ്ണാമ്പ്, വെട്ടുകല്ല്. ഇന്ന് അതൊക്കെ മാറി, AC വരെ ഇട്ട് കഴിഞ്ഞു അമ്പലത്തിൽ. അപ്പോൾ അതുകൊണ്ട് കാലത്തിനനുസരിച്ച് കുറേയൊക്കെ മാറ്റം വരുമെങ്കിൽ പോലും പരമാവധി പ്രകൃതിദത്തമായ സാധനങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ അതായത് വീടുകളിൽ ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് തുടക്കം അവരുടെ അടുക്കളയിൽ നിന്നും പൂജാമുറിയിൽ നിന്നും. അടുക്കളയിൽ നിന്ന് നല്ല ഭക്ഷണം ഉണ്ടാക്കുക, നല്ല അരി, ഇത്തിരി വില കൂടിയതാണെങ്കിൽ ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിച്ചുള്ള അരി ഉണ്ടെങ്കിൽ വാങ്ങുക. അത് ആ കർഷകനെ സ്മരിച്ചുകൊണ്ട് പാചകം ചെയ്യുക, കർഷകനെ സ്മരിച്ചുകൊണ്ട് കഴിക്കുക. കർഷകൻ മാത്രമല്ല, നെല്ലുണ്ടാക്കിയവൻ, കൊയ്തവൻ, പാടത്ത് പണിതവൻ, ഇത് മുഴുവൻ തിന്നാതെ ബാക്കി വെച്ച വെട്ടുകിളി അടക്കമുള്ള ആൾക്കാരോട് നമ്മൾ നന്ദി പറയണം. പിന്നെ മില്ല്, ഇത് കടയിലെത്തിച്ചുള്ള വ്യാപാരി തൊട്ടുള്ള എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് വേണം ഓരോ ഭക്ഷണവും കഴിക്കാൻ. ഇനി അതിലെന്തെങ്കിലും കേടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ വെള്ളത്തിന് നമ്മുടെ മനസ്സിനെ സ്വീകരിക്കാൻ കഴിയുന്നതാണ് വെള്ളം. വെള്ളത്തിന് മാത്രമേ കഴിയുള്ളൂ അത്. അപ്പോൾ ഒരു തുള്ളി വെള്ളം കയ്യിലെടുത്തിട്ട് ഞാൻ ഈ കഴിക്കുന്ന ഭക്ഷണം അമൃതത്തിന് തുല്യമായി മാറട്ടെ എന്ന് പറഞ്ഞിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് അതിൽ തിളച്ച് കഴിഞ്ഞാൽ ഈ ഭക്ഷണത്തിൻ്റെ സ്വഭാവം മാറും. പാചകം ചെയ്യുന്ന സമയത്ത് ചില മന്ത്രങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ വീട്ടിലെ തലതെറിച്ചവന്മാരൊക്കെ നന്നാവും. ഈ മന്ത്രം ചൊല്ലിയ അന്നം ഇവരുടെ അകത്ത് പെട്ടിട്ട് ഇവരെല്ലാം നന്നാവാൻ അത് മതി. ഇതെല്ലാം പണ്ടുള്ളവർ ചെയ്തിരുന്നതാണ്. ഇതിന് വശ്യമൊന്നും പറയേണ്ട കാര്യമില്ല, നോർമലാണ് അതൊക്കെ. അല്ല, പണ്ടുള്ളവർ എന്തെല്ലാം ചെയ്തിരുന്നു. അതിപ്പം ഞാൻ പല ഇംഗ്ലീഷ് ചാനലുകളും നമ്മളിതുപോലെ പോഡ്കാസ്റ്റൊക്കെ കാണുമ്പം പലരും ഇത് പറയുന്നുണ്ട്. അവർ ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സിൽ ഈ വെള്ളം എടുത്തു വെച്ചിട്ട് വെള്ളത്തിനോട് സംസാരിച്ചിട്ട് വെള്ളത്തിന് ഊർജം കൊടുത്തിട്ട് ആ വെള്ളം രാവിലെ കുടിച്ചിട്ട് സർജറിക്കൊക്കെ പോകുന്ന ഡോക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഈയിടെ വായിച്ചു. സത്യം അറിയില്ല, നമ്മൾ വായിച്ചത്. അല്ല, അവർ പറയുമ്പോഴേ നമുക്ക് സമയം. ഇപ്പോൾ നമ്മുടെ DNA ടെസ്റ്റ് ചെയ്യാനുള്ളൊരു പുതിയൊരു 3 ലക്ഷം 4 ലക്ഷം രൂപയൊക്കെ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ പിതൃക്കൾ ആരൊക്കെയോ അന്വേഷിച്ച് പോകുമ്പോൾ ദക്ഷിണാഫ്രിക്കയിലായിരുന്നു, ഓസ്ട്രേലിയയിലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ, ഇതൊക്കെ നമ്മൾ വിശ്വസിക്കാൻ തയ്യാറാണ്. അതൊക്കെ അന്ധവിശ്വാസം, അതൊന്നും ശരിയല്ല. എന്താ നമ്മൾ പറയാത്തത്? അപ്പം നമ്മളുടെ പൂർവികരെ നമ്മൾ അന്വേഷിച്ച് പോയി. അച്ഛൻ്റെ ഒരു ബീജവും അമ്മയുടെ 2ഉം ചേർന്ന് സൈഗോട്ട് ഏകകോശം നടുപിളർന്ന് 2, 4, 8, 16 ആയിട്ട് പിളർന്നതാണ് നമ്മുടെ ശരീരം. അപ്പോൾ പകുതി അച്ഛൻ പകുതി അമ്മ. അതിനെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അച്ഛൻ്റെ അച്ഛൻ അച്ഛൻ്റെ അമ്മ, അമ്മയുടെ അച്ഛൻ അമ്മയുടെ അമ്മ. അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്ത് നോക്കി അങ്ങനെ പോയി കഴിഞ്ഞാൽ മുത്തശ്ശനും മുത്തശ്ശിയും വരും. അതിൻ്റെയും മുമ്പിൽ മുത്തനും മുത്തിയും വരും. അവിടെ നിന്നോട്ട് നമുക്ക് ദേവതയാണ്. മുത്തനും മുത്തിയും നമുക്ക് പ്രതിഷ്ഠയുണ്ട്.
അതിന് മുന്നിൽ കഴിഞ്ഞാൽ പരാപര എന്നുണ്ട് 2 ദേവതകളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ലച്ഛനും നല്ലമ്മയും വരുന്നുണ്ട്. എന്ന് വെച്ചാൽ അവസാനം ഏറ്റവും അവസാനത്തുന്നത് ശിവനിലും പാർവതിയിലേക്കുമാണ്. അതും കടന്നു പോകാൻ നമുക്ക് ജ്ഞാനവും യോഗവും ഉണ്ടെങ്കിൽ അത് സൂര്യനിലും ഭൂമിയിലെത്തുന്നതാണ്. എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാ ആൾക്കാരും ഇതെന്നെ സയൻസ് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ദക്ഷിണാഫ്രിക്കയിൽ അവിടെ നിന്നും പുറത്ത് കടന്ന് ഒരു സ്ത്രീയുടെ പേര് പറയുന്നുണ്ട്, എലിസെ എന്തൊരു പേരുണ്ട്. ആ പേരുള്ള സ്ത്രീയിലുണ്ടായ കുട്ടികളിൽ 40 പേരോ 400 പേരായിട്ട് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് പുറത്ത് കടന്ന ആൾക്കാരുടെയാണ് ഇത് മുഴുവൻ, ഈ ലോകം മുഴുവൻ എല്ലാ മനുഷ്യരിൽ നിന്ന്. ഇത് ശാസ്ത്രം പറഞ്ഞപ്പോൾ നമ്മൾ അംഗീകരിച്ചു. അപ്പോൾ ഈ സ്ത്രീ പാർവതി ആയിക്കൂടെ? അങ്ങനെ അപ്പം നമ്മളുടെ വിശ്വാസത്തിൽ ഒരു സ്ത്രീ ഒരു പുരുഷനും പറയുന്നുണ്ടല്ലോ. അത് എത്തുമ്പോഴേക്കും അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് ബഹളായി. അപ്പം അതുകൊണ്ട് നമ്മളുടെ പൂർവികരെല്ലാം സ്മരിക്കുന്ന സമ്പ്രദായമാണ് എല്ലാ ആചരണങ്ങളും ഇവിടെയുള്ളത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ നിമിഷത്തിൽ എൻ്റെ ഉള്ളിൽ ശിവം നടമാടി ജീവനോടെ ഞാൻ ഇരിക്കുന്നതിന് കാരണമായ പാർവതിക്കും ശിവനും അവിടെ നിന്നും ഇങ്ങോട്ട് വന്ന പരമ്പരകൾക്ക് അവർ ആർജിച്ച ഊർജ്ജത്തിനും ജ്ഞാനത്തിനും എന്നിലേക്ക് പകർന്നു തന്ന ഈ ശരീരത്തിനടക്കം നന്ദി പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു, രാത്രി കിടക്കുന്നു, നിത്യം ചെയ്യേണ്ട ആചാരങ്ങൾ ചെയ്യുന്നു. ഞാൻ കഴിക്കുന്ന ഭക്ഷണമൊക്കെ അവർക്ക് കൂടി ഉള്ളതാണെന്ന് സങ്കല്പിച്ച് കൊടുക്കുന്നു. അവർക്കും എനിക്കും ഭേദമില്ലാത്തതുകൊണ്ട് നല്ലതേ ഞാനും കഴിക്കുന്നുള്ളൂ, നല്ലതേ അവർക്കും കൊടുക്കുന്നുള്ളൂ സങ്കല്പിക്കുന്നു. ഈ എൻ്റെ ശരീരം ക്ഷേത്രമാണ്, എൻ്റെ നെറുകിലൊരു ദേവതയുണ്ടെന്നാണ് പറയുന്നത്. അതിനെയാണ് നമ്മൾ തഥാസ്തു എന്ന് പറയാം. നമ്മൾ എന്ത് പറഞ്ഞാലും തഥാസ്തു എന്ന് മൂപ്പര് നെറുകിലിരുന്ന് പറയത്രേ. എന്ന് വെച്ചാൽ നമ്മളൊരു കുട്ടിയോട് ദേഷ്യപ്പെട്ടു, എടാ നീ വേഷം കണ്ടാണെങ്കിൽ തന്നെ അടിച്ച് തന്നെ കൊല്ലട്ടെ ഞാൻ എന്ന് പറഞ്ഞാൽ തഥാസ്തു എന്ന് വെച്ചാൽ അതിന് ചിലപ്പോൾ നമുക്ക് കൊല്ലേണ്ടി വരും. കാരണം ദേവത അനുഗ്രഹിച്ചു. അതുകൊണ്ട് ഒരു കാരണവശാലും മോശം വാക്ക് പറയരുത്. പറയാൻ കാരണം ഈ തഥാസ്തു പറയും. ഈ തഥാസ്തു നമ്മുടെ വീടിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ വീടിൻ്റെ ഉള്ളിലിരുന്നിട്ട് ആരെങ്കിലും അവനിതിനെ അനുഭവിക്കും നോക്കിക്കോ അച്ചമ്മേ എന്നൊക്കെ പറയുമ്പോൾ എടാ മണ്ടാനിക്കടാ എന്ന് പറയും. കാരണം വെച്ചാൽ നമ്മളിത് പറഞ്ഞ ഉടനെ അവൻ മുകളിൽ നിന്ന് തഥാസ്തു പറയുന്നുണ്ട്. അപ്പോൾ അവനത് അനുഭവിക്കും. നമ്മൾ കാരണം ഒരാൾക്ക് ദുരിതമുണ്ടായി എന്നുള്ളതാണ്. ആ വീടിൻ്റെ മുകളിൽ തഥാസ്തു ഇരിക്കുന്നുണ്ട്. ഇത് എല്ലാവരും നല്ലവരായി മാറി. അതന്നെ ഇത് തിരിച്ചറിഞ്ഞ ഒരു ജനതയാണ് ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ലോകത്തിൻ്റെ മുഴുവൻ. അപ്പോൾ എല്ലാവരും ചിന്തിച്ചാൽ എന്ത് നല്ലതാണ്. അതിന് എൻ്റെ നെറുകിൽ എൻ്റെ വീട്ടിൻ്റെ നെറുകിലുണ്ടെങ്കിൽ ഗ്രാമത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ നെറുകിലുണ്ട്, പ്രപഞ്ചത്തിൻ്റെ നെറുകിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നതാണ് നടക്കുന്നത്. തഥാസ്തു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് വേണ്ടാത്ത വർത്തമാനം പറയേണ്ട, നല്ലത് മാത്രം പറഞ്ഞോ എന്നതാണ് അതിൻ്റെയൊക്കെ ഒരു അർത്ഥം വരുന്നത്. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട്. വളരെ യാദൃശ്ചികമാണ്, വളരെ ഷോർട്ട് നോട്ടിലാണെങ്കിലും നമ്മുടെ ടോക്കിൽ വന്ന കുറച്ച് വിഷയം ഇവിടെ നമുക്ക് സംസാരിക്കാൻ പറ്റി. ഒന്ന് കുറച്ച് സാധാരണക്കാർക്കിത് പ്രയോജനപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്ന് കാവെന്താണ്, കാവിന് മതപരമായിട്ട് ആത്മീയപരമായിട്ട് ബയോളജിക്കലി ഒക്കെയുള്ള പ്രാധാന്യം എന്താണ്, ആ പ്രാധാന്യം തന്നെയാണ് നമ്മളതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളതിനെ നശിപ്പിക്കാൻ പാടില്ല, അതിനെ ശല്യം ചെയ്യാനേ പാടില്ല എന്നുള്ളത് എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഒപ്പം നമ്മൾ എങ്ങനെയാണ് വീട്ടിൽ നമ്മൾ ഇതുവരെ അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങൾ, സാധാരണക്കാരനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങൾക്ക് എങ്ങനെ നമ്മൾ തന്നെ മാറ്റം വരുത്താൻ പറ്റും. അത് നമ്മൾ വളരെ ലളിതമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ നിന്ന് ചെറിയ മാറ്റം വരുത്തിയാൽ അത് ചിലപ്പോൾ ഒരു വലിയൊരു നന്മയിലേക്കായിരിക്കും നമ്മളെയും നമ്മുടെ അടുത്ത തലമുറയിലേക്കും നമ്മൾ അറിയാതെ തന്നെ കൊണ്ടുപോകുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലായത്. ഒരുപാട് നന്ദി. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാവുന്നുണ്ട്. പെട്ടെന്ന് ഞാൻ നെയ്യിനെ കുറിച്ച് ആലോചിച്ചു. നമ്മൾ പറയാതെ പലരും ചോദിക്കും വെളിച്ചെണ്ണ ഇല്ല, നെയ്യ് ഉപയോഗിച്ചൂടെ, മിൽമയുടെ നെയ്യുണ്ടെന്നൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ നന്ദിനിയുടെ നെയ്യുണ്ടെന്ന്. ഇതൊക്കെ നല്ല ഭേദപ്പെട്ട നെയ്യുകൾ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ നമ്മളുടെ ഹൈബ്രിഡ് പശു എന്ന് പറയുന്ന പശുവിന് കാലിത്തീറ്റയിൽ കൊടുക്കുന്ന എന്തോ ഒരു സാധനം അതിൻ്റെ പാലിലേക്ക് വരുന്ന വഴികളിൽ എവിടെയോ അതിനൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് അതിനെ എങ്ങനെയെങ്കിലും ഒഴുക്കിക്കളയാൻ വേണ്ടി അത് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഈ പാല് എന്ന് വെറ്റിനറി സയൻസിലെ ഒരു സയൻറ്റിസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു നിന്നു. അപ്പോൾ ഈ പാലുൽപ്പാദനം കൂടുക എന്ന് പറഞ്ഞാൽ അതിന് ആ ബുദ്ധിമുട്ട് കളയാൻ വേണ്ടി അതിനെ എങ്ങനെയെങ്കിലും തള്ളിക്കളയാൻ നോക്കുമ്പോൾ അത് ഉൽപ്പാദിപ്പിക്കുന്നതാണ് പാല്. അതിന് നമ്മൾ ധാരാളം തീറ്റ കൊടുക്കുന്നുണ്ട്. ഈ കൊല്ലം മാത്രം നല്ല തീറ്റയൊന്നുമല്ല. അപ്പം എനിക്കിത് മനസ്സിലാകാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞത്, തെങ്ങ് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു മരുന്ന് വെച്ചിട്ട് അടക്കി തരുക തെങ്ങ് കർഷകർ. ഇതിന് താഴത്തേക്ക് കളയാൻ അറിയാത്തതുകൊണ്ട് തെങ്ങ് ഇതിനെ വലിച്ച് പട്ടയിലേക്ക് കയറ്റും. എന്നിട്ട് പട്ടയിലേക്ക് കയറ്റും. അതിനേക്കാൾ എളുപ്പം എന്താണെന്ന് വെച്ചാൽ പരമാവധി ഇത് വെള്ളം വലിച്ച് കയറ്റിയിട്ട്, നനയ്ക്കുണ്ടല്ലോ, വെള്ളം വലിച്ച് കയറ്റിയിട്ട് ഈ അകത്തുപെട്ട വിഷത്തിന് ഡയല്യൂട്ട് ചെയ്തിട്ട് ഇളനീരിലേക്ക് കൊടുക്കുന്നത്. ഇളനീരാക്കി മാറ്റും. അപ്പോൾ ഇളനീരിൻ്റെ ഉൽപ്പാദനം കൂട്ടാതെ പറ്റില്ല എനിക്ക് തെങ്ങിന്. കാരണം ഈ വിഷം കളയണം. ഇത്രയ്ക്ക് ക്രൂരനാണ് മനുഷ്യൻ. കാശിന് വേണ്ടി അവൻ എന്ത് തെമ്മാടിത്തരം കാണിക്കും. അതുകൊണ്ട് പശുവിൽ നിന്നും കിട്ടുന്ന പാലല്ല. ഈ പാല് തിളപ്പിക്കുമ്പോൾ സംഭവിക്കുന്നത് പാടയിലേക്ക് ഈ കേടുകൾ മാറുകയാണ്.
ഈ പാടയാണ് നമ്മൾ നെയ്യ് എന്ന് പറഞ്ഞിട്ട് ഉരുക്കിയിട്ടുണ്ടാക്കുന്നത്. ശരിക്കും പാല് തിളപ്പിക്കേണ്ടതും കൂടി പറയാം. പാലിൻ്റെ ഇരട്ടി വെള്ളമെടുത്ത്, അതായത് ഹൈബ്രിഡ് പശു ആണെങ്കിലാണ് പറയുന്നത്, നാടൻ പശു അല്ല പറയുന്നത്. നാടൻ പശുവിൻ്റെ പാല് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഹൈബ്രിഡ് പശുവിൻ്റെ പാല് ഇരട്ടി വെള്ളം ചേർത്ത് തിളപ്പിച്ച് പഴയ അളവിലേക്ക് ആക്കണം. എന്നിട്ട് അത് ഇരുന്ന് തണുക്കുമ്പോൾ ആ പാട എടുത്ത് കളയണം. എന്നിട്ട് അത് ഉറവൊഴിച്ച് തൈരായതിന് ശേഷം അതിൻ്റെ 3 ഇരട്ടി വെള്ളം ചേർക്കണം. എന്നിട്ട് കലക്കി കിട്ടുന്ന വെണ്ണയെ ഉപയോഗിക്കാവൂ, ആ നെയ്യേ ഉപയോഗിക്കാവൂ. അതെത്രത്തോളം അതിൽ നല്ലത് നാടൻ പശുവിനെ വളർത്തുന്ന ആൾക്കാരടുത്ത് നെയ്യ് വാങ്ങുക. നാടൻ പശുവിനെ ആദർശം കൊണ്ട്, നമ്മളെപ്പോലുള്ള ആൾക്കാർ ആദർശം കൊണ്ട് എങ്ങനെയെങ്കിലും ഈ നാട് രക്ഷപ്പെടുത്തണം എന്നൊക്കെ വിചാരിച്ച് പശുവിനെ വാങ്ങി കുടുങ്ങി കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് എള്ള് കർഷകർ കുടുങ്ങി കിടക്കുന്നുണ്ട്. നല്ലത് വിചാരിച്ച് തുടങ്ങിയതാണ്, ഇവരെല്ലാവരും പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന എല്ലാവരും പറ്റുമെങ്കിൽ നാടൻ പശുവിനെ വളർത്തുന്ന ആൾക്കാരുടെ അടുത്ത് നെയ്യ് വാങ്ങിയിട്ട് ഒരു നുള്ളു ഉപയോഗിച്ചാൽ മതി. അല്ലാണ്ട് വിളക്ക് നിറച്ചൊഴിച്ച് കത്തിക്കൊന്നും വേണ്ട. ഒരു ചെരാതിൽ ഒരു സ്പൂൺ കത്തിച്ചാൽ മതി. നാടൻ പശുവിൻ്റെ നെയ്യാണെങ്കിൽ ആ വീട് മുഴുവൻ രോഗം ഇല്ലാതെ മാറി നിൽക്കാൻ കാരണമാവുന്നതാണ്. അത്രയ്ക്ക് ഗംഭീരമാണ് നാടൻ പശുവിൻ്റെ നെയ്യ്. അപ്പോൾ പശുവിനെ ആരെങ്കിലും കുറ്റം പറയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളണം പശു നല്ലതാണ്. ചാണകത്തിന് ആരെങ്കിലും കുറ്റം പറയുന്നതിന് മനസ്സിലാക്കിക്കൊള്ളണം ചാണകം നല്ലതാണ്. കാരണം ഇതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുറ്റം പറച്ചിലുകൾ. അവരെയൊക്കെ ഗുരുക്കന്മാരായി കണ്ട് കിഴക്കോട്ട് പോകാനാണ് അവർ പറഞ്ഞെങ്കിൽ നേരെ പടിഞ്ഞാട്ട് പോവുക, ഇരിക്കാൻ പറഞ്ഞ ഉടനെ ചാടി എണീക്കുക. അവരെയൊക്കെ ഗുരുക്കന്മാരായി തന്നെ കാണുക. അപ്പോൾ നല്ല നെയ്യ് നാടൻ പശുവിൻ്റെ വാങ്ങി ഉപയോഗിച്ചാൽ പ്രശ്നങ്ങൾ തീരും. അവർ രക്ഷപ്പെടും, കർഷകൻ രക്ഷപ്പെടും, പശുവിനെ വളർത്തുന്ന ആൾക്കാർ രക്ഷപ്പെടും, പശുവും രക്ഷപ്പെടും, ദേവത രക്ഷപ്പെടും, നമ്മുടെ സംസ്കാരം തിരിച്ചു വരും. പലരും പറയുന്നുണ്ട് ഇതിലൊന്നും സംഘടനകളൊന്നും ഇല്ലെന്ന് ചോദിക്കും. സംഘടനകളൊന്നും ഇതൊന്നും ചെയ്യാൻ പോകുന്നില്ല. അവനവൻ ചെയ്ത് സ്വയം മാതൃകയാവുക, സ്വന്തം കുടുംബത്തിനെ രക്ഷിക്കുക. സ്വന്തം കുടുംബത്തിനെ രക്ഷിക്കുമ്പോൾ പലരും മാറി നിന്ന് അവർക്കിപ്പോൾ നല്ല ഐശ്വര്യമുള്ള, അവർ രോഗമൊക്കെ മാറിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ ഒന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവരുടെ വീട്ടിലേക്കും പകരും. അങ്ങനെ വ്യക്തികളിൽ നിന്നും തുടങ്ങുന്ന വിപ്ലവം മാത്രമേ ഈ നാട്ടിൽ നടക്കുള്ളൂ. അപ്പോൾ ഒരുപാട് നന്ദി. നമ്മൾ ഏതൊക്കെയോ വിഷയങ്ങളിലൂടെ അല്ല പറഞ്ഞങ്ങനെ പറഞ്ഞ പോലെ പറയാൻ ഉദ്ദേശമൊന്നുമല്ല പറഞ്ഞു വന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ വന്ന് ചാടിയതാണ്. പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ എന്തായാലും എല്ലാം ഹൈലി ഇൻഫോർമേറ്റീവ് ആയിരുന്നു. എനിക്ക് പലതും ഷോക്കിംഗ് ആയിരുന്നു. അതൊക്കെ ഇനി എങ്ങനെ ചെയ്യുന്നതെന്ന് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം കിട്ടാവുന്ന സ്ഥലങ്ങൾ കേരളത്തിലുണ്ട്. വേണമെന്ന ആവശ്യമുള്ള ആൾക്കാർക്ക് നമ്മൾക്ക് അവരുടെ നമ്പർ കൊടുക്കുകയോ അല്ലെങ്കിൽ കണക്ട് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാനും പറ്റും. കിട്ടാത്ത സാധനങ്ങളെക്കുറിച്ച് ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ഇതെല്ലാം കിട്ടുന്നതാണ്. പക്ഷെ നമ്മളൊന്ന് അന്വേഷിക്കണം. നമ്മൾ പൊതുവേ മാർക്കറ്റിനെ ആശ്രയിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ സമയത്തിൻ്റെയൊക്കെ ആൾക്കാർക്കുണ്ടാവും. തന്നെ നമ്മളുടെ മടിയും എളുപ്പവും നമ്മൾ കണ്ട കാശ് ലാഭമൊക്കെ നോക്കിയിട്ട് എന്നിട്ട് എന്താ ഉണ്ടായത്? ആർക്കെങ്കിലും രോഗമില്ലാത്തതുണ്ടോ? ഏതെങ്കിലും കുടുംബത്തിൽ സമാധാനമുണ്ടോ? ഇല്ല. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് വന്നു വെച്ചാൽ ഓക്കെ, കാശ് ലാഭിച്ചിട്ട് ആ കാശ് അക്കൗണ്ടിൽ കിടക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, അത് മുഴുവൻ ബേഡുകാരൻ കൊണ്ടുപോയി. ആരോഗ്യം ഉണ്ടെങ്കിൽ ഓക്കെ, അത് മുഴുവൻ ആശുപത്രിക്കാർ കൊണ്ടുപോയി. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? പ്രാഥമികമായ കാര്യങ്ങൾ കുറച്ച് കാശ് ചിലവാക്കി നല്ലത് വാങ്ങി ആരോഗ്യം തിരിച്ചു പിടിക്കുക, സമാധാനം തിരിച്ചു പിടിക്കുക. പിന്നെ നമ്മുടെ വിഷയം കിടക്കുന്നേ ഉള്ളൂ. നമ്മൾ ക്ഷേത്രത്തിലേക്കൊന്നും കടന്നിട്ടില്ല. അതൊക്കെ നമ്മൾ ഇനി വിശദമായിട്ട് പറയാം. എന്നെക്കാൾ അറിയുന്ന ആൾക്കാരെ കൊണ്ടുവന്നിട്ട് പറ്റുകയാണെങ്കിൽ അവരെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്യാം. അപ്പം എന്തായാലും എനിക്ക് വളരെ പലതും ഷോക്കിംഗ് ആയിരുന്നു, ഹൈലി ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഒന്ന് കണ്ണു തുറപ്പിച്ചു. ഇനി എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു അങ്കലാപ്പിലൂടാണ് ചെയ്തിട്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു. അതിൻ്റെ വ്യത്യാസം എന്തൊക്കെയാണെന്ന് പത്താളോട് പറയുക. അതാണ് ഏറ്റവും വലിയ കാര്യം. എന്തായാലും ട്രൈ ചെയ്യുന്നതാണ്. ഒരുപാട് നന്ദി.